ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവിതവും ശാസ്ത്ര പരീക്ഷണങ്ങളും വിവരിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യ അധ്യായങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. വർഷം 1905. ആൽബർട്ട് ഐൻസ്റ്റീൻ പേറ്റന്റ് ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. ആ തിരക്കിനിടയിൽ അദ്ദേഹം മുന്നിൽ കിടക്കുന്ന പത്രം കണ്ടു. ആ പത്രം നിവർത്തി ഒന്ന് പരിശോധിച്ചു. ആ വാർത്ത കണ്ട് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഞെട്ടലോടെ അദ്ദേഹം പകച്ച് അവിടെ നിന്നുപോയി. ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് നടന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മെലേവ. മെലേവ കാര്യം തിരക്കി. എന്താണ് പത്രത്തിൽ ഇത്രയധികം ഞെട്ടിക്കുന്ന വാർത്തയായിട്ടുള്ളത്? ഫിലിപ്പ് ലെനാർഡിനാണ് ഈ വർഷത്തെ നൊബേൽ പുരസ്കാരം ലഭ്യമായിരിക്കുന്നത്. അതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യം എന്താണ്? അദ്ദേഹം മികച്ച ഒരു ഗവേഷകനല്ലേ. 10 വർഷത്തെ പഴക്കമുള്ള ഒരു ഇന്നൊവേഷൻ ഇപ്പോൾ വീണ്ടും നടത്തിയതിനാണ് അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം ലഭ്യമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 3 പ്രബന്ധങ്ങൾ, ഞാൻ പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന 3 പ്രബന്ധങ്ങൾ ഇതിനേക്കാളുമൊക്കെ വളരെ മികച്ചതായിരുന്നു. പക്ഷേ അതാരും ഗവനിക്കുന്നില്ല, ആരും അത് വായിക്കുന്നില്ല, ആരും അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നു പോലുമില്ല. ഒരു കത്ത് പോലും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ളതിനേക്കാൾ എത്രയോ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു കണ്ടെത്തലായിരുന്നു എൻ്റെ ആ 3 പ്രബന്ധങ്ങളും. ആരും എന്തുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കാത്തത്? മെലേവയ്ക്ക് അതിന് മറുപടിയായിട്ട് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അതിൻ്റെ ഉത്തരവും ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ പറയുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ അമ്മ പറയുന്നതായിരിക്കും ശരി. ഒരു ശാസ്ത്രജ്ഞനാവുക എന്നതായിരിക്കില്ല എൻ്റെ ജോലി. ഒരു മികച്ച ക്ലർക്കായിട്ട് പ്രവർത്തിക്കുക എന്നതായിരിക്കും. ഞാൻ എൻ്റെ കഴിവ് ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി. എൻ്റെ ജോലി ഇതല്ല. എൻ്റെ ജോലി ആ പേറ്റൻ്റ് ഓഫീസിലാണ്, അവിടുത്തെ പുസ്തകങ്ങൾക്ക് അല്ലെങ്കിൽ ഫയലുകൾക്ക് ഇടയിലാണ്. ബാക്കി ഭാഗം കാണുന്നതിന് മുൻപ് നിങ്ങൾ എനിക്കൊരു 30 സെക്കൻഡ് തരണം. ഓണം ഓഫറിനെ കുറിച്ച് പറയാനാണ്. ആസ്ട്രോ ഫിസിക്സിൽ ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഒരു 5ാം ക്ലാസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലൈഫ് ടൈം കോഴ്സാണ്. ആസ്ട്രോ ഫിസിക്സിനെ കുറിച്ച് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇതിൽ കൈകാര്യം ചെയ്യുന്നതാണ്. ഇത് എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു വെബ്സൈറ്റ് ഇതിനു വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അതിൻ്റെ ബീറ്റ വേർഷൻ റണ്ണിങ്ങിലാണ്. ഈ ഓണക്കാലത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. അതായത് 3000ൻ്റെ കോഴ്സ് നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ആദ്യം ജോയിൻ ചെയ്യുന്ന 50 പേർക്ക് മാത്രമായിരിക്കും ഈ ഓഫർ ഉണ്ടാവുക. ഈ ഓഫർ നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടി ഓണം 50 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ആ ദിവസം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ ജോലിയിൽ മുഴുകിയിരുന്നത്. മുൻപുള്ള ദിവസങ്ങളിലൊക്കെ പേറ്റൻ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നതിനിടയിൽ മാനേജറിൻ്റെ കണ്ണു വെട്ടിച്ച് പല മാത്തമെറ്റിക്കൽ ഡെറിവേഷനുകളും അദ്ദേഹം നടത്തുമായിരുന്നു. ശാസ്ത്ര പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുമായിരുന്നു. തോട്ട് എക്സ്പെരിമെൻറ്റിലൂടെ കടന്നു പോകുമായിരുന്നു. പക്ഷേ ഇന്ന് അതിനൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ താൻ ഒന്നിനും കൊള്ളാത്ത ഒരു ഗവേഷകനാണ്, ഗവേഷകനാകാൻ പോലും യോഗ്യനല്ല എന്നുള്ള ഒരു ചിന്തയാണ്. അദ്ദേഹം നിരന്തരമായ ആ ഫയലുകൾ പരിശോധിച്ച് ഒടുവിൽ ആ ദിവസത്തെ സമയം അവസാനിക്കുന്ന നിമിഷം, ഓഫീസ് ടൈം അവസാനിക്കുന്ന നിമിഷം ഫയൽ അടച്ചു വെച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് വെളിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. ആ സമയത്താണ് പിന്നിൽ നിന്നും മാനേജറുടെ ഒരു ചോദ്യം വരുന്നത്. നിങ്ങൾ എങ്ങോട്ടാണ് ഇത്ര ധൃതിപ്പെട്ടു പോകുന്നത്? ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ഫയലുകളൊക്കെ തീർത്തിട്ട് മാത്രം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അത് എത്ര രാത്രിയാണെങ്കിലും ബാധകമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കൂസലും ഇല്ലാതെ ആ മാനേജറിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ ടേബിളിലിരിക്കുന്ന ഫയലുകൾ പരിശോധിക്കുക. അത് ഇന്നത്തെ മാത്രമല്ല, നാളെ കംപ്ലീറ്റ് ചെയ്യേണ്ട ഫയലുകൾ കൂടിയാണ്. അതുകൂടി തീർത്തിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. മാനേജറിന് അതിശയമായിരുന്നു. എല്ലാ തവണയും ആൽബർട്ട് ഐൻസ്റ്റീൻ എന്തെങ്കിലുമൊക്കെ ഫയലുകൾ ബാക്കി വെച്ചിട്ടായിരിക്കും ഓഫീസിൽ നിന്ന് പോവുക. എന്നാൽ ഇന്ന് കൃത്യസമയത്ത് ഇറങ്ങിയിരിക്കുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു വച്ചിരിക്കുന്നു. മെക്കേലയും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മുഖം അയാൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്നുമുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീന് എന്തോ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അയാൾ സാധാരണഗതിയിൽ കാണുന്നത് പോലുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള മനുഷ്യരായിട്ടല്ല ഇന്ന് കാണുന്നത്. മെക്കേല നടന്നു പോകുന്ന ആൽബർട്ട് ഐൻസ്റ്റീനെ പിന്നിൽ നിന്ന് വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ മെക്കേല തൻ്റെ ഫയലുകൾ പണിപ്പെട്ട് അടച്ചു വച്ചതിന് ശേഷം ഐൻസ്റ്റീൻ്റെ പിന്നാലെ പോവുകയാണ്.
പക്ഷേ പേറ്റന്റ് ഓഫീസിന് വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ ഐൻസ്റ്റീൻ ഉണ്ടായിരുന്നില്ല. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളൊക്കെ നിരീക്ഷിച്ചപ്പോൾ അവിടെയുള്ള ഒരു ക്ലോക്ക് ടവറിൻ്റെ മുൻപിലായി ആൽബർട്ട് ഐൻസ്റ്റീൻ നിൽക്കുന്നത് മെക്കേല കണ്ടു. ഐൻസ്റ്റീൻ മറ്റേതോ ഒരു ലോകത്താണെന്ന് വ്യക്തമായിരുന്നു. മെക്കേല അദ്ദേഹത്തിൻ്റെ അരികിലെത്തിച്ചേർന്നു. ആൽബർട്ട് ഐൻസ്റ്റീനെ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ച് ഉണർത്താൻ ശ്രമിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു സ്വപ്നത്തിൽ എന്ന വണ്ണം ഞെട്ടി എഴുന്നേറ്റ് മെക്കേലയെ നോക്കുന്നു. ശേഷം ആ ടവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ആ ടവറിലെ ക്ലോക്ക് കൃത്യമായിട്ട് സമയം കാണിക്കാനുള്ള കാരണം എന്താണെന്ന് മെക്കേലയ്ക്ക് അറിയാമോ? മെക്കേലയ്ക്ക് അത് അറിയാവുന്ന കാര്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന മിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു ശാസ്ത്ര സത്യമാണ്. ജനീവ, ബൊസോൾ, സൂറിച്ച് ഈ 3 നഗരങ്ങളിലും ഇത്തരത്തിലുള്ള ക്ലോക്ക് ടവറുകളുണ്ട്. ഈ ക്ലോക്ക് ടവറിലേക്ക് ഓരോ 1 മിനിറ്റ് ഇടവിട്ടും ഒരു സിഗ്നൽ വരും. ആ സിഗ്നലിനനുസരിച്ച് ആ ക്ലോക്കിൻ്റെ സൂചി അഡ്ജസ്റ്റ് ചെയ്ത് എല്ലായിടത്തും ഒരേ സമയം തന്നെ ആയിരിക്കും കാണിക്കുന്നത്. മെക്കേല അത് വിവരിച്ചു കൊടുത്തു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ? എൻ്റെ ചോദ്യം അതൊന്നുമല്ല. എൻ്റെ ചോദ്യം, ഈ ക്ലോക്ക് നിൽക്കുന്ന ടവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിലാണ് ഈ ക്ലോക്ക് ഇരിക്കുന്നതെങ്കിൽ ആ ക്ലോക്കിലെ സമയം തന്നെ ആയിരിക്കുമോ ബാക്കിയുള്ള ടവറുകളിലെ സമയം? കാരണം ആ ക്ലോക്കിൽ ഒന്നുകിൽ ആ സിഗ്നൽ എത്തിച്ചേരുന്നത് കുറച്ച് നേരത്തെ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞായിരിക്കും. മെക്കേലയ്ക്ക് അതിനോട് യോജിക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. എല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെ പ്രവർത്തിക്കും. അത് എത്ര വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനിലാണെങ്കിൽ പോലും അത് ബാധകമല്ല. ഐൻസ്റ്റീൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ന്യൂട്ടൻ്റെ തിയറി അനുസരിച്ച്, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ചിന്താഗതി അനുസരിച്ച് ഈ പറഞ്ഞ കാര്യം ശരിയായിരിക്കും, എന്നാൽ അതല്ല യാഥാർത്ഥ്യം. ന്യൂട്ടൺ പറയുന്നത് ടൈമും സ്പേസും അബ്സല്യൂട്ട് ആണെന്നാണ്. എത്ര വേഗത്തിൽ സഞ്ചരിച്ചാലും, എങ്ങനെ സഞ്ചരിച്ചാലും, എവിടെ നിന്നാലും അത് എല്ലായ്പ്പോഴും എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയിരിക്കും. ഈ കാലഘട്ടത്തിലുള്ള മനുഷ്യരോട് ചോദിച്ചാൽ പോലും മനുഷ്യർ അങ്ങനെ തന്നെ ആയിരിക്കും പറയുക, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ. അപ്പോഴാണ് അത്രയധികം വർഷങ്ങൾക്ക് മുൻപുള്ള മെക്കേല അത് ന്യൂട്ടൻ്റെ മാത്രം ചിന്താഗതിയല്ല, അതാണ് യാഥാർത്ഥ്യം. എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ശാസ്ത്ര സത്യം അങ്ങനെ തന്നെയാണ്. ടൈമും സ്പേസും അബ്സല്യൂട്ടാണ്. ഐൻസ്റ്റീന് മറ്റൊരു കാര്യം കൂടെ അവിടെ കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ പറഞ്ഞ കാര്യം തെറ്റാകണമല്ലോ. അദ്ദേഹം പറഞ്ഞത് പ്രകാശം എല്ലായ്പ്പോഴും ഒരേ വേഗതയിൽ തന്നെ ആയിരിക്കും സഞ്ചരിക്കുന്നതെന്നാണ്. സ്പേസിലൂടെ ഒരു വേഗത, വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വേഗത. അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റാകത്തില്ലേ? ഉദാഹരണത്തിന് ട്രെയിൻ ശക്തമായ വേഗതയിൽ സിഗ്നൽ വരുന്ന ടവറിൽ നിന്നും സഞ്ചരിച്ച് അകലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്തിട്ട് വേണം ഈ സിഗ്നലിന് അല്ലെങ്കിൽ തരംഗത്തിന് ആ ട്രെയിനിലെ ക്ലോക്കിൽ എത്തിച്ചേരാൻ. കൂടുതൽ ദൂരം യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സമയം വേണ്ടി വരുമല്ലോ. കാരണം ആ പ്രകാശത്തിൻ്റെ വേഗത അത് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഇനി ആ ടവറിന് നേരെയാണ് ആ ട്രെയിൻ അതിവേഗതയിൽ സഞ്ചരിച്ചു വരുന്നതെങ്കിൽ ആ ട്രെയിനിലെ ക്ലോക്കിൽ ആ സിഗ്നൽ എത്തിച്ചേരാൻ കുറച്ച് സമയം മാത്രം മതി. കാരണം കുറച്ച് ദൂരം മാത്രം അത് സഞ്ചരിച്ചാൽ മതി. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെയും ഐസക് ന്യൂട്ടൻ്റെയും തിയറി ഒരേ സമയം അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒന്ന് തെറ്റായേ മതിയാവുകയുള്ളൂ. ഒന്നെങ്കിൽ പ്രകാശത്തിൻ്റെ വേഗതയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ സമയം അല്പം ഡിലേ ആവുകയോ അല്ലെങ്കിൽ നേരത്തെ ആവുകയോ ചെയ്യണം. മെക്കേല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, എങ്കിൽ അത് ജെയിംസ് ക്ലാർക്കിൻ്റെ തെറ്റായിരിക്കും, ന്യൂട്ടണിന് തെറ്റ് സംഭവിക്കുകയില്ല. ന്യൂട്ടൺ പറഞ്ഞത് കൃത്യമാണ്, ടൈം എന്ന് പറയുന്നത് അബ്സല്യൂട്ടാണ്. മെക്കേല ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ ഐൻസ്റ്റീനോട് ചോദിച്ചു, നീ എന്താ പുതിയ എന്തെങ്കിലും പേപ്പർ എഴുതുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? ഐൻസ്റ്റീൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയാണ് മറുപടി പറയുന്നത്, ഇല്ല, ഇത് എൻ്റെ ഒരു ചിന്ത മാത്രമാണ്. നീ ഇന്ന് എൻ്റെ കൂടെ കൂടുന്നോ? ഞാൻ നിനക്ക് അത്താഴം വാങ്ങിത്തരാം, നമുക്ക് ഇതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കാം. മെക്കേല പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റുണ്ടായിരുന്ന വാച്ച് തുറന്ന് പരിശോധിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് കൃത്യസമയത്ത് ഞാൻ വീട്ടിലെത്തിച്ചേർന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ കൊന്നുകളയും. ഞാൻ പോട്ടെ, നീ നിൻ്റെ ചിന്തയുമായിട്ട് ഇവിടെ തന്നെ നിൽക്ക്. മെക്കേല അവിടെ നിന്നും നടന്നകന്നു. ഐൻസ്റ്റീൻ ആ ടവറിലേക്ക് വീണ്ടും തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഈ സമയം ഐൻസ്റ്റീൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും വളരെയധികം അകലെ മാറി ഒരു കുഗ്രാമത്തിൽ ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ അമ്മാവനായ യാക്കൂബിൻ്റെ വീട്ടിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. യാക്കൂബ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അരികിലുണ്ട്, മകളായ മരിയും അരികിൽ തന്നെ ഉണ്ട്. അവരുടെ ആ മുറിക്കുള്ളിലേക്ക് ഒരു വലിയ തോക്കുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഐസക് എന്ന മകൻ കടന്നു വരുന്നു.
ഐസക് യാതൊരു പ്രകോപനവുമില്ലാതെ തന്നെ തൻ്റെ മാതാവിന് നേരെ നിറയൊഴുക്കുകയാണ്. എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതിനുശേഷം അയാൾ സ്വന്തം തലയിലേക്ക് ആ തോക്ക് ചൂണ്ടി ആത്മാഹൂതി അണഞ്ഞു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് യാക്കൂബിന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ശവമടക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീയതിയാണ് ഐൻസ്റ്റീന് ലഭ്യമാകുന്നത്. അദ്ദേഹം ആ അടക്കത്തിൽ പങ്കെടുക്കാനായിട്ട് ആ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി. മാസങ്ങളായി അദ്ദേഹം അവിടേക്ക് പോയിട്ട് മാസങ്ങൾക്ക് ശേഷമുള്ള ആ വരവ് എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വരവായിരുന്നു. അവിടെ ശവമടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മരിയയെ ഐൻസ്റ്റീൻ അങ്ങ് അകലെ വെച്ച് തന്നെ കണ്ടു. മരിയയുടെ അരികിലേക്ക് അദ്ദേഹം നടന്ന് എത്തിച്ചേർന്നു. ശവമടക്കിന് ശേഷം മാത്രമാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത്. മരിയയ്ക്ക് വലിയ രീതിയിൽ ഒരു പരിഭവമുണ്ടായിരുന്നു. അവസാനമായി നമ്മൾ കണ്ടപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞത് താങ്കൾക്ക് സമയത്തെ ഫ്രീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോർമുല കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ ഫ്രീസ് ചെയ്തതിന് ശേഷം അങ്ങ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും താങ്കൾ എൻ്റെ അരികിലേക്ക് പറന്നു വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ വാക്കു പാലിക്കാൻ താങ്കൾക്ക് സാധ്യമായില്ല. ഐൻസ്റ്റീൻ വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് മരിയയ്ക്ക് മറുപടി കൊടുക്കുന്നത്. ഞാൻ കരുതിയിരുന്നത് ഞാൻ വളരെ ബ്രില്യൻ്റായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ്. എന്നാൽ ഇപ്പോൾ ഞാനത് തിരിച്ചറിയുന്നു. ഞാനൊരു സാധാരണക്കാരനാണ്. സാധാരണക്കാരനായ ഒരു പേറ്റൻറ്റ് ക്ലർക്ക് മാത്രമാണ്. എന്നെക്കൊണ്ട് ടൈമിനെ ഫ്രീസ് ചെയ്യാനൊന്നും സാധിക്കുന്നതല്ല. മരി ഐൻസ്റ്റീൻ്റെ വളരെ അരികിലേക്ക് ചേർന്ന് നിന്നു. ശേഷം അങ്ങ് അകലെ വിഷമത്തോടുകൂടി ആ ശവകുടീരവും നോക്കി നിൽക്കുന്ന തൻ്റെ പിതാവിനെ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തോടൊന്ന് പോയി സംസാരിക്കുമോ? അദ്ദേഹം നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഐൻസ്റ്റീൻ തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നത് യാക്കൂബ് തിരിച്ചറിഞ്ഞു. അയാൾ കണ്ണിൽ നിന്നും ഒഴുകി വരുന്ന കണ്ണുനീര് തുടച്ചു നീക്കിക്കൊണ്ട് ഐൻസ്റ്റീൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു. ഐൻസ്റ്റീൻ, നിങ്ങൾ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാൻ നിങ്ങളാണ്. നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരിക. എൻ്റെ കൊച്ചു ഐസക്ക്, ഞാൻ കൈവെള്ളയിൽ കൊണ്ടു നടന്നിരുന്ന എൻ്റെ പൊന്നോമന പുത്രൻ, അവൻ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു രാക്ഷസനായി മാറിയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടായിരിക്കാം അവൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയത്? ഐൻസ്റ്റീൻ ഒന്നും തന്നെ പറയാൻ സാധിക്കുമായിരുന്നില്ല. താങ്കൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പിതാവാണ്, ഒരു മികച്ച പിതാവാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മനുഷ്യനാണ്. താങ്കൾക്ക് അതിൻ്റെ ഉത്തരം അറിയുകയില്ലെങ്കിൽ വെറും 2 വയസ്സുകാരൻ്റെ പിതാവായിട്ടുള്ള ഞാൻ എങ്ങനെയാണ് താങ്കൾക്ക് മറുപടി നൽകുക? യാക്കൂബ് ഐൻസ്റ്റീൻ്റെ കൈ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ആ കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് 2 വയസ്സുള്ള ഒരു മകനാണ് ഇപ്പോഴുള്ളത്. അവൻ നിഷ്കളങ്കമായി നിന്നെ നോക്കി ചിരിക്കുമായിരിക്കും, നിന്നോട് സംസാരിക്കുമായിരിക്കും, കൊഞ്ചിക്കുഴയുമായിരിക്കും. പക്ഷേ അവൻ എന്നും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. വർഷങ്ങൾ കഴിയുമ്പോൾ അവനും ഒരു രാക്ഷസനായി മാറാനുള്ള സാധ്യതയുണ്ട്. നീ ഒരിക്കലും അവൻ്റെ കൈ തട്ടി മാറ്റരുത്. ആ കൈ എപ്പോഴും നിൻ്റെ കൈക്കുള്ളിൽ സുരക്ഷിതമായിരിക്കണം. അവനെ ഒരിക്കലും ഒരു മോൺസ്റ്ററാക്കാൻ അനുവദിക്കരുത്. ആ ദിവസം വൈകുന്നേരം തന്നെ ട്രെയിനിൽ പുറപ്പെടാമെന്നാണ് ഐൻസ്റ്റീൻ കരുതിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ട്രെയിൻ മിസ്സായി. അതുകൊണ്ട് അന്ന് അവിടെ തങ്ങിയതിന് ശേഷം അടുത്ത ദിവസം രാവിലെയുള്ള ട്രെയിനിലാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. മെലേവയ്ക്ക് വലിയ രീതിയിലുള്ള സംശയമുണ്ടായിരുന്നു. കാരണം എവിടേക്കാണ് തൻ്റെ ഭർത്താവ് പോയതെന്ന് അവൾക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു. കൂടാതെ അവളുടെ അമ്മായിയമ്മ, ഐൻസ്റ്റീൻ്റെ അമ്മ, വലിയ രീതിയിൽ തന്നെ എരുതിയിൽ എണ്ണ കോരി ഒഴിച്ചിട്ടുണ്ട്. ഐൻസ്റ്റീൻ ആ ദിവസം രാത്രിയിൽ അവിടെ നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതം. അത് മരിയയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഉന്മേഷമായിരിക്കും പകർന്നു കൊടുക്കുക. അല്ലെങ്കിലും അവളുടെ ദുഃഖകാര്യങ്ങളൊക്കെ നിരീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അവളെ സംരക്ഷിക്കേണ്ടത് അവൻ്റെ കൂടി ചുമതലയല്ലേ? ഇത്രയും മതിയായിരുന്നു മിലേവയ്ക്ക് ഐൻസ്റ്റീൻ്റെ മേൽ വലിയ സംശയമുണ്ടാകാൻ. ഐൻസ്റ്റീൻ വന്ന പാടെ തന്നെ അവർ രണ്ടുപേരും പരസ്പരം കലഹം ആരംഭിച്ചു. ഈ സംശയത്തിൻ്റെ പേരിലുള്ള കലഹമാണ്. അതിൻ്റെ ഇടയിൽ ഐൻസ്റ്റീൻ്റെ അമ്മയും ഇടപെടുന്നുണ്ട്. അമ്മ അവിടെ അവളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എൻ്റെ മകനെ ശകാരിക്കാൻ നിനക്കെന്ത് അധികാരമാണുള്ളത്? നീ ഇവിടെ വീട്ടുപണി ചെയ്യേണ്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ അത് തടഞ്ഞുകൊണ്ട്, അത് തിരുത്തിക്കൊണ്ട് മെലീവ പറയുന്നത്, അല്ല, ഐൻസ്റ്റീൻ്റെ പല കണ്ടെത്തലുകൾക്കും പിന്നിൽ എൻ്റെ ഒരു ശക്തിയുണ്ട്. ഞാൻ വലിയ രീതിയിൽ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ പ്രബന്ധങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തു വന്നത്. അതിന് നീ ആരാണ്? നിൻ്റെ പേരിൽ ഒരു ഡിഗ്രി എങ്കിലും ഉണ്ടോ?
ഫിസിക്സിൽ തോറ്റ ആളാണ് നീ. നിന്നെ അവൻ ഒരു ലൈബ്രറിയനായിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലർക്കായിട്ടോ മാത്രമാണ് എടുക്കുന്നത്, അല്ലാതെ ശാസ്ത്ര മേഖലയിൽ ഒരു കോൺട്രിബ്യൂഷൻ അവന് കൊടുക്കാനായിട്ടൊന്നും നിന്നെക്കൊണ്ട് സാധിക്കുന്നതല്ല. മെലേവ അക്ഷരാർത്ഥത്തിൽ തന്നെ തകർന്നുപോയി. ഭാവിയിൽ ഒരു വലിയ മാത്തമെറ്റീഷ്യനായിട്ട് മാറുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന ഒരു കുട്ടിയാണ്. ഐൻസ്റ്റീനേക്കാൾ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മാത്തമെറ്റീഷ്യൻ കൂടിയായിരുന്നു അവൾ. ഐൻസ്റ്റീന് കാരണമാണ് അവൾക്ക് ഡിഗ്രി പൂർത്തീകരിക്കാൻ പറ്റാതെ പോയത്. ഐൻസ്റ്റീന് വേണ്ടിയാണ് അവൾ ഒരു വീട്ടമ്മയുടെ റോള് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് മറുപടിയായിട്ടൊന്നും പറയാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഐൻസ്റ്റീൻ അവിടെ ഇടപെട്ടു. മുമ്പ് നടന്ന പല സന്ദർഭങ്ങളിലും ഐൻസ്റ്റീൻ ഇടപെടുന്നില്ല, തല താഴ്ത്തി ഇരിക്കുക മാത്രമായിരുന്നു അയാൾ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയോട് തിരികെ മടങ്ങി വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയുന്നു. ഇത്തരത്തിലുള്ള വാക്ക് ഒരിക്കലും എൻ്റെ ഭാര്യയോട് നിങ്ങൾ പറയാൻ പാടില്ല. അമ്മയ്ക്ക് വലിയ രീതിയിൽ വിഷമമായി. പക്ഷേ അതിനേക്കാൾ കൂടുതൽ വിഷമം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മേൽ ഏൽപ്പിക്കാൻ കൂടി അവർ തുനിയുന്നുണ്ട്. അവർ പറഞ്ഞു, ഈ നികൃഷ്ട ജീവിയെ സംരക്ഷിക്കാൻ വേണ്ടി നീ സ്വന്തം അമ്മയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയാണ്. ഇതിന് നീ അനുഭവിക്കേണ്ടി വരും. അന്ന് രാത്രിയിൽ ഐൻസ്റ്റീൻ്റെയും മെലേവയുടെയും കുഞ്ഞ് നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കരച്ചിൽ നിർത്താനായിട്ട് മെലേവ ഒരുപാട് പരിശ്രമിച്ചു നോക്കി. പക്ഷേ അവളെ കൊണ്ട് സാധ്യമാകുന്നില്ല. അവളും കരയാൻ തുടങ്ങി. ഐൻസ്റ്റീൻ മുറിയിലേക്ക് വന്നു നോക്കുമ്പോൾ കാണുന്നത് മെലേവയും കുഞ്ഞും ഒരുപോലെ തന്നെ കരയുന്നതാണ്. സമയം അപ്പോഴേക്കും ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. ഐൻസ്റ്റീൻ മെലേവയോട് പറഞ്ഞു, നീ പോയി കിടന്നോളൂ, കുഞ്ഞിനെ ഞാൻ നോക്കാം. മെലേവ അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞിട്ട് അവൾ കട്ടിലിലേക്ക് പോയി. ഐൻസ്റ്റീനാണ് പിന്നീട് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റുന്നത്. അവർ രണ്ടുപേരും ആ പാതിരാത്രി കഴിഞ്ഞുള്ള സമയത്ത് കളിക്കുകയാണ്. അവിടെ ഒരു കളിക്കോപ്പ് ഉണ്ടായിരുന്നു, ഒരു ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ കുഞ്ഞിന് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് ഐൻസ്റ്റീൻ കരച്ചിൽ മാറ്റുന്നത്. ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത് ഈ ചെറിയ വേഗതയിലല്ല, അത് പ്രകാശത്തിൻ്റെ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഐൻസ്റ്റീൻ്റെ കുഞ്ഞു മകനൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് വലിയ ആശ്വാസവും സന്തോഷവും ഒക്കെ തോന്നിയിരുന്നു. പ്രകാശത്തിൻ്റെ വേഗതയിൽ ഇങ്ങനെ സഞ്ചരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ട്രെയിനിലേക്ക് ഒരു സിഗ്നൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിർത്തേണ്ടി വന്നു. പെട്ടെന്ന് പ്രകാശവേഗതയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽ എന്തോ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. ഒരു പുതിയൊരു ചിന്ത, ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു. അദ്ദേഹം ട്രെയിനിലേക്കും അരികിലുള്ള ക്ലോക്കിലേക്കും പെൻഡുലം ക്ലോക്കിലേക്കും നോക്കി, മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിരിഞ്ഞു. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം അതിവേഗതയിൽ മെക്കേലയുടെ അരികിലേക്ക് പോയി. രണ്ടുപേരും ഓഫീസിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. മെക്കേലയോട് ഒരു തോട്ട് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. മെക്കേലയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല, നീ എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ നല്ലൊരു തോട്ട് എക്സ്പെരിമെൻ്റ് ഉണ്ട്. നീ ഒന്ന് കണ്ണടച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നീ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ 10ാമത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നതെന്ന് കരുതുക. ആ ട്രെയിൻ സഞ്ചരിക്കുന്നത് ലോകത്തിൽ ഒരു ട്രെയിനും സഞ്ചരിക്കാത്ത അത്ര തീവ്രമായ വേഗതയിലാണ്. വേണമെങ്കിൽ പ്രകാശത്തിൻ്റെ അത്രയും വേഗതയിൽ സഞ്ചരിക്കുന്നുവെന്ന് നീ ചിന്തിക്കുക. വെളിയിലേക്ക് നീ നോക്കുന്നു, രാത്രിയാണ്, ഇരുട്ടാണ്. നീ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെൻറ്റിൽ നിന്നും 100 മീറ്റർ മുന്നിലേക്ക് മാറി ഒരു പ്രദേശത്ത് ഇടിമിന്നലുണ്ടാകുന്നു. അതേ സമയം തന്നെ 100 മീറ്റർ നീ ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിലും പിന്നിലുള്ള കമ്പാർട്ട്മെൻറ്റിന് നേരെയായിട്ട് മറ്റൊരു ഇടിമിന്നലും ഉണ്ടാകുന്നു. നീ വെളിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഏത് ഇടിമിന്നലാണ് നിനക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്? 2 ഇടിമിന്നലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരേ സമയത്താണ്. പക്ഷേ ഏത് ഇടിമിന്നലായിരിക്കും നീ ആദ്യം കാണുക? മെക്കേല മനസ്സിൽ ആ തോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ വായിൽ നിന്നും ആ ഉത്തരം വന്നു. എവിടേക്കാണോ ഞാൻ സഞ്ചരിക്കുന്നത് ആ ഭാഗത്തുള്ള ഇടിമിന്നലായിരിക്കും എനിക്ക് ആദ്യം കാണാൻ സാധിക്കുക. അതിനുശേഷം മാത്രമായിരിക്കും എൻ്റെ പിന്നിലായിട്ടുള്ള ഇടിമിന്നലിൻ്റെ പ്രകാശം കാണാൻ കഴിയുക. ഒരു വസ്തുവിനെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രകാശം കാണാൻ സാധിക്കുന്നത് ആ പ്രകാശം നമ്മുടെ കണ്ണിലെത്തിച്ചേരുമ്പോഴാണ്. പ്രകാശത്തിൻ്റെ അത്രയും വേഗതയിൽ നമ്മൾ ഒരു പ്രകാശത്തിന് നേരെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കും. ഒരേ സമയത്ത് തന്നെ ഉണ്ടാകുന്ന 2ാമത്തെ ഇടിമിന്നൽ കുറച്ചുകൂടെ കഴിഞ്ഞ് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. കാരണം നമ്മൾ ആ ഇടിമിന്നലിൽ നിന്നും വളരെയധികം വേഗതയിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഇടിമിന്നലിന്
കൂടുതൽ ദൂരം യാത്ര ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ കണ്ണിലെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഇടിമിന്നലായിരിക്കും അവസാനം കാണാൻ കഴിയുക. ഒരേ സമയത്ത് സംഭവിക്കുന്ന ഇടിമിന്നൽ പക്ഷേ നമ്മൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ കാണുന്നു. അതിൻ്റെ കാരണം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ട്രെയിനിൻ്റെ വേഗതയാണ്. ഇതേ എക്സ്പെരിമെൻ്റ് തന്നെ നമ്മൾ ആ ട്രെയിനിൻ്റെ വെളിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രണ്ട് ഇടിമിന്നലും ഒരേ സമയത്ത് തന്നെ സംഭവിക്കുന്നത് കാണാൻ കഴിയും. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ്. ഐസക് ന്യൂട്ടൺ പറഞ്ഞ കാര്യം, വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യം തെറ്റാണ്. ടൈമും സ്പേസും അബ്സല്യൂട്ട് അല്ല, അത് റിലേറ്റീവാണ്. മെക്കേല സന്തോഷം കൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. നീ ഇപ്പോൾ എന്താണ് ചിന്തിച്ചു കൂട്ടിയതെന്ന് നിനക്കറിയാമോ? ലോകത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ തലവര വരെ മാറ്റാൻ പോകുന്ന ഒരു വലിയ കണ്ടെത്തലാണ്, അതും ഈ ഒരു വെറും പേറ്റൻ്റ് ഓഫീസിൽ ഇരുന്നു കൊണ്ട്. നീ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗവേഷകനാണ്. നീ ലോകത്തിലെ ഏറ്റവും മികച്ച ഗവേഷകരിൽ ഒരാളായി മാറും. ഐൻസ്റ്റീൻ ചിരിച്ചുകൊണ്ട് ഒരു തമാശയാണ് മറുപടിയായിട്ട് പറയുന്നത്. അതെന്താണ് നീ ഏറ്റവും മികച്ച ഒരു ഗവേഷകനെന്ന് പറയുന്നത്? എന്നേക്കാൾ മിടുക്കനാണോ ഐസക് ന്യൂട്ടണും ഗലീലിയോയും? അതൊരു തമാശ രൂപേണയാണ് അദ്ദേഹം പറയുന്നത്. അവർ രണ്ടുപേരും അത് കേട്ട് ചിരിക്കുന്നു. അന്ന് വൈകുന്നേരം വളരെയധികം വൈകിയാണ് ഐൻസ്റ്റീൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ തോട്ട് എക്സ്പെരിമെൻറ്റ് ഡോക്യുമെൻ്റാക്കി മാറ്റണമായിരുന്നു. അദ്ദേഹത്തിന് അന്ന് ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്തതിന് ശേഷം ഇരുന്നാണ് ആ ജോലികൾ കൂടി കൃത്യമായിട്ട് ചെയ്തു വെക്കുന്നത്. അന്ന് വളരെ വൈകി മാത്രം അദ്ദേഹം വീട്ടിലെത്തിച്ചേർന്നു. അതിൽ മെലേവയ്ക്ക് വലിയ ദേഷ്യമുണ്ടായിരുന്നു. വളരെ ദേഷ്യത്തോടു കൂടിയാണ് ഐൻസ്റ്റീനോട് അവൾ സംസാരിക്കുന്നത്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഐൻസ്റ്റീൻ തൻ്റെ സ്യൂട്ട് കേസിലുണ്ടായിരുന്ന കുറച്ച് പേപ്പറുകളെടുത്ത് മെലേവയുടെ നേർക്ക് നീട്ടി. അതിനുശേഷം മെലേവയോട് അതൊന്ന് വായിച്ചു നോക്കിയിട്ട് നീ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോ. മെലേവ വളരെ ദേഷ്യത്തോടു കൂടിയാണ് ആ പേപ്പർ വാങ്ങിച്ച് അവൾ അത് വ്യക്തമായിട്ട് വായിക്കാൻ ശ്രമിച്ചു. അത് വായിച്ച് കഴിയുമ്പോഴേക്കും അവളുടെ മുഖം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അവളുടെ കണ്ണിൽ ആ സന്തോഷത്തിൻ്റെ തിളക്കം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അവൾ അദ്ദേഹത്തെ വാരിപ്പുണർന്നു. താങ്കൾ ഈ പ്രപഞ്ചത്തെ തിരുത്തി എഴുതിയിരിക്കുന്നു. നമ്മൾ ഈ പ്രപഞ്ചത്തെ കണ്ടതുപോലെയല്ല യഥാർത്ഥ പ്രപഞ്ചം. അങ്ങനെയല്ല യഥാർത്ഥ പ്രപഞ്ചമെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് നമ്മുടെ 4ാമത്തെ പേപ്പറാക്കി പബ്ലിഷ് ചെയ്യണം. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ മാത്തമെറ്റിക്കൽ ഡെറിവേഷൻ നീ എനിക്ക് എഴുതി തരണം. മെലേവയുടെ മുഖം ഒന്ന് വാടി. മുഖം കറുപ്പിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു ലൈബ്രറിയനാണോ അതോ ഒരു ക്ലർക്കാണോ? ഐൻസ്റ്റീൻ അവളെ ചുംബിച്ചുകൊണ്ട് മറുപടി കൊടുത്തു, രണ്ടുമല്ല, നീ എൻ്റെ പാർട്ട്ണറാണ്. മെലേവ അന്ന് രാത്രിയിൽ തന്നെ തൻ്റെ മാത്തമെറ്റിക്കൽ ഡെറിവേഷനിലേക്ക് കടക്കുകയാണ്. ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് അവൾക്ക് അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചത്. അധികം വൈകിയില്ല അവരുടെ ശാസ്ത്രപ്രബന്ധം പബ്ലിഷ് ചെയ്തു വന്നു. അവരുടെ 4ാമത്തെ ശാസ്ത്രപ്രബന്ധം. ഐൻസ്റ്റീനെ മുന്നിലിരുത്തിക്കൊണ്ട് തന്നെ അവൾ ഉച്ചത്തിൽ ആ പ്രബന്ധം വായിച്ചു. അതിൻ്റെ അവസാന ഭാഗങ്ങളിലെത്തിയപ്പോൾ അവളുടെ ആ സന്തോഷം ഒന്ന് മങ്ങിപ്പോയി. കാരണം അതിൽ അക്നോളജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ, അത് മെക്കേലയാണ്. പക്ഷേ ഇതിനാധാരമായിട്ടുള്ള ഇതിൻ്റെ മേജർ കോൺട്രിബ്യൂഷനായിട്ടുള്ള മാത്തമെറ്റിക്കൽ ഡെറിവേഷൻ അത് ഡിറൈവ് ചെയ്തെടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മെലേവയായിരുന്നു. മെലേവയുടെ പേര് അവിടെ എങ്ങും പ്രതിപാദിച്ചില്ല. ഇടറിയ ശബ്ദത്തോടുകൂടി ഒഴുകുന്ന കണ്ണീരുകൾ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ ഐൻസ്റ്റീനോട് ചോദിച്ചു, മെക്കേലയുടെ പേരുണ്ടല്ലോ, പിന്നെ എന്താണ് എൻ്റെ പേര് കൂടി കൊടുക്കാഞ്ഞത്? ഐൻസ്റ്റീൻ പറഞ്ഞു, നമ്മൾ രണ്ടും ഒന്നല്ലേ, അവിടെ ഐൻസ്റ്റീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മെലേവയും ഉണ്ടെന്നാണ്. ഐൻസ്റ്റീനും മെലേവയും ഒന്നല്ലേ, അപ്പോൾ നിൻ്റെ പേര് പ്രത്യേകം പറയേണ്ട കാര്യം എന്താണ്? മെലേവയ്ക്ക് അത് ഒട്ടും തന്നെ സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവൾ തിരിച്ചു മറുപടി ഒന്നും പറയുന്നില്ല. പക്ഷേ അവൾ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. അവളെ സമാധാനിപ്പിക്കാൻ ഐൻസ്റ്റീൻ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജർമ്മനിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രഷ്യൻ അക്കാഡമിയിൽ മാക്സ് വോൺ ലൂയി എന്ന ഗവേഷകൻ അതിവേഗതയിൽ ഓടിപ്പോകുന്നു. അയാളുടെ കയ്യിൽ എന്തോ കുറേ പേപ്പറുകളൊക്കെ ഉണ്ട്. ഓടിപ്പോകുന്നത് സാക്ഷാൽ മാക്സ് പ്ലാങ്കിൻ്റെ ഓഫീസിലേക്കാണ്. ഓഫീസ് തട്ടി തുറന്നുകൊണ്ട് അദ്ദേഹം മാക്സ് പ്ലാങ്കിൻ്റെ മുന്നിലേക്ക് കിതച്ചുകൊണ്ട് ഓടി. എന്നിട്ട് മാക്സ് പ്ലാങ്കിനോട് പറയുകയാണ്, ഐസക് ന്യൂട്ടൺ പുനർജനിച്ചിരിക്കുന്നു. മാക്സ് പ്ലാങ്കിന് അതിശയമാണ് തോന്നിയത്. താൻ എന്ത് മണ്ടത്തരമാണ് ഇവിടെ കയറി വന്ന് പറഞ്ഞിരിക്കുന്നത്? ആദ്യം നിങ്ങൾ ഈ പേപ്പർ ഒന്ന് വായിക്കുക, ഈ പ്രബന്ധം ഒന്ന് വായിക്കുക. വെറും ഒരു പേറ്റന്റ് ക്ലർക്കായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതിയ പ്രബന്ധമാണ്.
അതൊന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ പറയുക ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന്. മാക്സ് പ്ലാങ്ക് സംശയത്തോടു കൂടി ആ പ്രബന്ധ പേപ്പറുകളിലേക്ക് നോക്കി, പേപ്പർ വാങ്ങി അദ്ദേഹം ഒന്ന് പരിശോധിച്ചപ്പോഴാണ് അവിടെ ഫുട് നോട്ട് കാണുന്നില്ല. ഏത് മണ്ടനാണ് ഈ പ്രബന്ധം എഴുതിയിരിക്കുന്നത്? ഫുട് നോട്ട് ഇല്ലാതാണോ ശാസ്ത്ര പ്രബന്ധം എഴുതുന്നത്? ഒരു പ്രബന്ധം എഴുതാൻ പോലും അറിയാത്ത ആൾ പേറ്റൻ്റ് ഓഫീസിലെ ക്ലർക്കാകുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അതിൽ ഫുട് നോട്ട് ഉണ്ടാവുകയില്ല. കാരണം അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുന്നത് ഐസക് ന്യൂട്ടൻ്റെ തിയറിയാണ്. ഇന്നേ വരെ ആരും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ ഫുട് നോട്ടിൽ കൊടുക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് അതേ മാക്സ് വോൺ ലൂയിയാണ്. മാക്സ് വോൺ ലൂയി ഇപ്പോൾ ഐൻസ്റ്റീൻ്റെ പേറ്റന്റ് ക്ലർക്കിലാണ്. അദ്ദേഹം നടന്ന് അവിടുത്തെ മാനേജറിൻ്റെ ഡെസ്കിന് മുൻപിലെത്തി. മാനേജറിനോട് ചോദിക്കുകയാണ്, ആ പ്രഗത്ഭനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ എവിടെയാണ് ഇരിക്കുന്നത്? അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം. നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി ആ വ്യക്തി അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ്. പക്ഷേ അയാൾ പ്രഗത്ഭനൊന്നുമല്ല, ഒരു മണ്ടനും ഒരു മടിയനുമാണ്. എത്ര ബുദ്ധിമുട്ടിയാണ് ഞാൻ അയാളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മാക്സ് വോൺ ലൂയി അങ്ങ് അകലെ ഒരു മേശയ്ക്കരികിലിരിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീനെ നോക്കി. ശേഷം അയാളുടെ അരികിലേക്ക് നടന്നു ചെന്നു. തൻ്റെ അരികിൽ വന്നു നിൽക്കുന്ന ആ വ്യക്തിയുടെ മുഖത്തേക്ക് ഐൻസ്റ്റീൻ തുറിച്ചു നോക്കി. നിങ്ങളാണോ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി എഴുതിയ വ്യക്തി? ഐൻസ്റ്റീൻ നിഷ്കളങ്കമായി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി എഴുതിയത് ഞാനല്ല, അത് ഗലീലിയോ ആണ്. അത് ഞാനൊന്ന് റിവൈസ് ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. നിങ്ങൾ വളരെ മോഡസ്റ്റായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണല്ലോ. തൊട്ടടുത്ത് നിന്നും നമുക്ക് ഇപ്പോൾ മെക്കേലയുടെ ശബ്ദം ഉയർന്നു കേൾക്കാം. അത് അങ്ങേരെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണയില്ലാത്തത് കൊണ്ട് തോന്നുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് എന്നോട് പറഞ്ഞത് അയാൾ ഐസക് ന്യൂട്ടനേക്കാളും ഗലീലിയേക്കാളും പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. മാക്സ് മെക്കേലയെ ഒന്ന് നോക്കി. ശേഷം ഐൻസ്റ്റീൻ്റെ നേർക്ക് തിരിഞ്ഞു. ആ വ്യക്തിക്ക് നിങ്ങളോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? വൈരാഗ്യമുണ്ട്. അയാളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വൈരാഗ്യമുണ്ടാകും. നിങ്ങൾ എന്തിനാണ് ഈ ക്ലർക്ക് ഓഫീസിൽ വന്നിരിക്കുന്നത്? എന്തിനാണ് നിങ്ങളൊരു ക്ലർക്കായത്? ഐൻസ്റ്റീൻ നിഷ്കളങ്കമായി തന്നെ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. അങ്ങനെ ക്ലർക്കായില്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും ഇപ്പോൾ തെരുവിൽ കിടക്കേണ്ടി വന്നേനെ. ഞങ്ങളുടെ ജീവിത മാർഗം ഇതാണ്. നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ശാസ്ത്ര ഗവേഷണങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അടുത്ത വർക്ക് എന്താണ്? എനിക്ക് അതൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിലുകൾ പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഞാനിപ്പോൾ ഒരു പ്രബന്ധത്തിൻ്റെ വർക്കിൽ തന്നെയാണ്. നമ്മളുടെ പ്രകാശം, ആ പ്രകാശത്തിൽ വലിയ അളവിലുള്ള മാസ് ഉണ്ട്. ആ മാസിനെയും വഹിച്ചുകൊണ്ടാണ് പ്രകാശം സഞ്ചരിച്ചു പോകുന്നത്. മാക്സിന് അതൊരു കളിയാക്കലായിട്ടാണ് തോന്നിയത്. കളിയാക്കാൻ വേണ്ടി ചോദിച്ചതല്ല, എനിക്കറിയാൻ വലിയ താല്പര്യമുണ്ട്. കളിയാക്കിയതൊന്നുമല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. അതിൻ്റെ ചില ഡെറിവേഷനിലാണ് ഞാനിപ്പോൾ. നിങ്ങൾ ഈ പേപ്പർ ഒന്ന് പരിശോധിച്ച് നോക്കുക. അവിടെ ഉണ്ടായിരുന്ന ഒരു പേപ്പർ മാക്സിന് ഐൻസ്റ്റീൻ സമ്മാനിച്ചു. മാക്സ് വോൺ ലൂയി ആ പേപ്പർ പൂർണ്ണമായിട്ടും വായിച്ചു. അതിൽ എഴുതി വച്ചിരിക്കുന്ന ആ സമവാക്യം അദ്ദേഹമാണ് ആദ്യമായി കണ്ടത്. E=mc². മുഖമുയർത്തിക്കൊണ്ട് തന്നെ അയാൾ ഐൻസ്റ്റീനെ നോക്കി. മിസ്റ്റർ ആൽബർട്ട് ഐൻസ്റ്റീൻ, നിങ്ങൾ ഒരു ജീനിയസാണ്. ഐൻസ്റ്റീൻ അത് കേട്ട് നിഷ്കളങ്കമായി ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങളുടെ വർക്കിൽ ഞാൻ വലിയ രീതിയിൽ ഇംപ്രസ്ഡ് ആണ്. അതുപോലെ മാക്സ് പ്ലാങ്കിനും വലിയ രീതിയിൽ ഒരു ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ട്. മാക്സ് പ്ലാങ്ക് എന്ന പേര് കേട്ടപ്പോൾ അവിടെ ഇരുന്നിരുന്ന മെക്കേലയും ആൽബർട്ട് ഐൻസ്റ്റീനും ചാടി എഴുന്നേറ്റു. മെക്കേല അറിയാതെ പറഞ്ഞുപോയി, പ്രഷ്യൻ അക്കാഡമിയുടെ പിതാവായ മാക്സ് പ്ലാങ്കോ? അതെ, അദ്ദേഹം തന്നെ. നിങ്ങൾ ഒരു ജീനിയസാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ലോകം ആൽബർട്ട് ഐൻസ്റ്റീനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ഗവേഷകരുടെ ഒരു ചർച്ചാ വിഷയമായി ഐൻസ്റ്റീൻ മാറി തുടങ്ങി. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് നിരവധി ഓഫറുകൾ കിട്ടുന്നത്. പല യൂണിവേഴ്സിറ്റികളിലും ഓരോ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. അതൊരു ജോലിയുടെ ഭാഗമായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തത്. അങ്ങനെ കുറേയിടത്ത് പ്രസൻറ്റേഷനുകളൊക്കെ നടത്തുന്ന വേളയിലാണ് അദ്ദേഹത്തിന് ഒരു ഓഫർ കിട്ടുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ബേണിൽ ഒരു ലെക്ചറായിട്ട് ജോയിൻ ചെയ്യാം. പക്ഷേ ശമ്പളമുള്ള ഒരു സാധാരണ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ജോലിയൊന്നുമല്ല. അവിടെ വരിക, കുട്ടികളുമായിട്ട് സംസാരിക്കുക, അതുമാത്രമാണ് ജോലി. അതിന് ശമ്പളമൊന്നുമില്ല. എല്ലാ ദിവസവും വരേണ്ട ആവശ്യമില്ല.
അദ്ദേഹത്തിൻ്റെ ക്ലറിക്കൽ ജോലിയുമായിട്ട് മുന്നോട്ട് പോകാം. അതിനിടയ്ക്ക് ഇവിടെ വന്ന് സംസാരിക്കാൻ സാധിക്കും. ഐൻസ്റ്റീന് അതിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു. കാരണം ആരും അറിയാതെ ശ്രദ്ധിക്കപ്പെടാതെ പോകുമെന്ന് കരുതിയിരുന്ന വ്യക്തിക്ക് ഇത്തരത്തിലുള്ള പല റെക്കഗ്നീഷനും കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ കുറച്ചു നാൾ കടന്നു പോയപ്പോൾ അദ്ദേഹത്തിന് ശരിക്കുമുള്ള ഒരു ജോലി തന്നെ കയ്യിൽ കിട്ടി. 1909 സ്വിറ്റ്സർലൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൂറിച്ചിൽ ഒരു അസോസിയേറ്റ് പ്രൊഫസറായിട്ടാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത്. തരക്കേടില്ലാത്ത ഒരു ശമ്പളമാണ്. പേറ്റന്റ് ക്ലർക്കിന് കിട്ടിയിരുന്ന ശമ്പളത്തിനേക്കാൾ അല്പം കൂടി കൂടുതലാണെന്ന് മാത്രം. അദ്ദേഹം പേറ്റന്റ് ക്ലർക്കിൻ്റെ ജോലി അവസാനിപ്പിച്ചു. അസോസിയേറ്റ് പ്രൊഫസറായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേപ്പറുകൾ ചർച്ചാ വിഷയമായി. ഏറ്റവും പ്രധാനമായിട്ടും ചർച്ചാ വിഷയമായത് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയാണ്. പക്ഷേ അതിൽ ഒരു വലിയ ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഒരു പ്രത്യേക വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ തോട്ട് എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞിരുന്നത്. പക്ഷേ പലരും ചോദിക്കുന്നത്, ആ ട്രെയിൻ ഒരു ആക്സിലറേറ്റഡ് വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലോ? കോൺസ്റ്റൻറ്റ് വേഗതയ്ക്ക് നേരെ വിരുദ്ധമാണ് ആക്സിലറേറ്റഡ് വേഗത. ആ വേഗത വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതായത് ഇപ്പോൾ 10 km/s യാത്ര ചെയ്യുന്നതെങ്കിൽ അത് കഴിയുമ്പോൾ അത് 11 ആകും, പിന്നെ 12 ആകും. അങ്ങനെ ഒരു ആക്സിലറേറ്റഡ് വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ എന്ത് പ്രതിഭാസമായിരിക്കും സംഭവിക്കുക? അദ്ദേഹത്തിൻ്റെ ഈ തിയറിയെ എങ്ങനെയാണ് ആ കാര്യത്തിൽ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുക? ഐൻസ്റ്റീന് ഉത്തരം കിട്ടുന്നില്ല. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അദ്ദേഹം പല സ്ഥലങ്ങളിലും സെമിനാറുകൾ അവതരിപ്പിക്കാൻ പോകുന്നു. അവിടെയൊക്കെ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയായിട്ടാണ് എത്തിച്ചേരുന്നത്. പലർക്കും ഐൻസ്റ്റീൻ എന്ന് കേൾക്കുമ്പോൾ ഒരു അത്ഭുത മനുഷ്യനായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അവരുടെയെല്ലാം ഈ ഒരൊറ്റ ചോദ്യത്തിൻ്റെ മുൻപിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പകച്ചുപോയി. ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഒരു സെമിനാർ എടുക്കാൻ വേണ്ടി പോകുന്ന വേളയിൽ അദ്ദേഹം ഒരു ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിൽ അത് പ്രവർത്തിപ്പിക്കാനായിട്ടൊരു ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഫ്ലോർ ചോദിച്ചു. അതിനനുസരിച്ച് ബട്ടണുകൾ പ്രസ് ചെയ്ത് ലിഫ്റ്റ് താഴേക്ക് പോയി. പെട്ടെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒന്ന് ഞെട്ടി വിറച്ചു. അയാളുടെ ചങ്കെടുപ്പ് പെട്ടെന്ന് വർദ്ധിക്കുന്നതായിട്ട് തോന്നി. ചങ്കിൽ ഒന്ന് തലോടി നോക്കി. പെട്ടെന്ന് അദ്ദേഹത്തിന് വീഴാൻ പോകുന്നത് പോലുള്ളൊരു അനുഭവമാണ് ഉണ്ടായത്. ലിഫ്റ്റ് താഴേക്ക് പോകുന്നതനുസരിച്ച് അയാളുടെ ഭാരത്തിലൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ലിഫ്റ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിലോ തനിക്ക് കൂടുതൽ ഭാരം അനുഭവിക്കുന്നതായിട്ട് തോന്നും. ഈ ഭാരം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? എന്താണ് ഭാരം? ഭാരം ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ടതാണ്. ലിഫ്റ്റിൽ കയറുമ്പോൾ, ലിഫ്റ്റ് താഴേക്ക് പോകുമ്പോൾ ഭാരം കുറയുന്നു. ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഭാരം കൂടുന്നു. അതിൻ്റെ അർത്ഥം ആക്സലറേഷനുമായിട്ട് ഗ്രാവിറ്റിക്ക് ബന്ധമുണ്ട്. 0 കിലോമീറ്ററിൽ നിന്നും 5 സെക്കൻഡ് കഴിയുമ്പോൾ അത് ഒരു 10 m/s ആയിട്ട് മാറുന്നു എന്നെടുക്കാം, വെറുതെ സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 0-ൽ നിന്ന് 10-ലേക്ക് പോകുന്നത് ഒരു ആക്സലറേഷൻ കാരണമാണല്ലോ. ആ ആക്സലറേഷൻ സംഭവിക്കുമ്പോൾ എന്തോ ഒരു മാറ്റം അതിലുള്ള വ്യക്തിക്ക് സംഭവിക്കുന്നുണ്ട്. ഇത് അടുത്ത ശാസ്ത്ര പ്രബന്ധം ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ഐൻസ്റ്റീൻ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോൾ മെലേവ വലിയ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു. മെലേവയ്ക്കും ഒരു വലിയ മാത്തമെറ്റീഷ്യൻ ആകണമായിരുന്നു. അവളുടെയും ഒരു സ്വപ്നമാണ് നൊബേൽ പുരസ്കാരം. പക്ഷേ ആരുമാകാൻ സാധിക്കുന്നില്ല. വീട്ടിൽ ഒരു വീട്ടമ്മയായിട്ട് കഴിഞ്ഞു പോവുകയാണ്. അവളെ മാനസികമായിട്ട് അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നു. പക്ഷേ ചില സമയങ്ങളിലൊക്കെ ഐൻസ്റ്റീൻ അവളെയും കൂട്ടി ചില പാർട്ടികളിലൊക്കെ പങ്കെടുക്കാൻ പോകുമായിരുന്നു. ആ പാർട്ടികളിൽ പങ്കെടുക്കുന്നത് വലിയ വലിയ ഗവേഷകരും അസോസിയേറ്റ് പ്രൊഫസർമാരും ഒക്കെയാണ്. അങ്ങനെയുള്ള പാർട്ടികളിൽ സ്ത്രീകൾക്ക് ഐൻസ്റ്റീനോട് ഒരു പ്രത്യേക താല്പര്യമുള്ളതായിട്ട് മെലേവ മനസ്സിലാക്കി. സ്ത്രീകൾ അദ്ദേഹത്തോട് കൊഞ്ചിക്കൊഴയാനായിട്ട് വരുന്നു. എല്ലാം ചെറുപ്പക്കാരികളായിട്ടുള്ള സുന്ദരികളായിട്ടുള്ള സ്ത്രീകളാണ്. ഐൻസ്റ്റീനും അവരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. മെലേവയ്ക്ക് ഇതൊട്ടും സഹിക്കുമായിരുന്നില്ല. അതിൻ്റെ പേരിൽ പലപ്പോഴും ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ 1911 സോൾവേ കോൺഫറൻസിൽ, ബ്രൂസൽസിൽ നടക്കുന്ന ആ കോൺഫറൻസിലേക്ക് ആൽബർട്ട് ഐൻസ്റ്റീന് ക്ഷണക്കത്ത് കിട്ടി. ആദ്യത്തെ സോൾവേ കോൺഫറൻസ് ആയിരുന്നു അത്. ഫിസിക്സിലെ വലിയ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗവേഷകരാണ് ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. അന്ന് പങ്കെടുത്ത ശാസ്ത്ര ഗവേഷകരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ വ്യക്തി ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. ബാക്കിയെല്ലാം വളരെയധികം മുതിർന്ന ഗവേഷകരാണ്. അവിടേക്ക് എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് സാക്ഷാൽ മേരി ക്യൂറി കടന്നു ചെല്ലുകയാണ്. അന്നവർക്ക് 44 വയസ്സ് പ്രായമുണ്ട്.
പിയറി ക്യൂറി മരിച്ചിട്ട് ഏതാണ്ട് ഒരു 6 വർഷം കഴിഞ്ഞിരിക്കുന്നു, അവരുടെ ഭർത്താവായ പിയറി ക്യൂറി. പക്ഷേ ആരും മേരി ക്യൂറിയോട് സംസാരിക്കുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഗവേഷകനോട് ചോദിച്ചു, എന്താണ് ആരും മേരി ക്യൂറിയോട് സംസാരിക്കാത്തത്, അവർ മാത്രം എന്താണ് ഒറ്റയ്ക്കിരിക്കുന്നത്? വലിയൊരു ഗോസിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് കേട്ട് കാണുമായിരിക്കും. പത്രങ്ങളിലൊക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഭർത്താവ് മരിച്ചിട്ട് 6 വർഷമേ ആയിട്ടുള്ളൂ, പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കാമുകനുണ്ട്. ആ കാമുകനോടൊപ്പം പല സ്ഥലങ്ങളിലും അവർ കറങ്ങി നടക്കുന്നുണ്ട്. അത് വലിയ വാർത്തയായിട്ട് മാറിയിരിക്കുന്നു. ശാസ്ത്ര ലോകത്തിന് മേരി ക്യൂറി ഇപ്പോൾ ഒരു അപമാനം കൂടിയാണ്. ഐൻസ്റ്റീൻ മേരി ക്യൂറിയുടെ അരികിലേക്ക് നടന്നു ചെന്നു. ആരും മേരി ക്യൂറിയെ ഗവനിക്കുന്നില്ല. തൻ്റെ അരികിലേക്ക് വരുന്ന ആൽബർട്ട് ഐൻസ്റ്റീനെ അവൾ തുറച്ചു നോക്കി. മേരി ക്യൂറി, എൻ്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരു ഗോസിപ്പ് കേട്ടു. മേരി ക്യൂറിക്ക് വലിയ രീതിയിലുള്ളൊരു അമർഷമാണ് തോന്നിയത്. വളരെ പുച്ഛത്തോടു കൂടി തന്നെ അവൾ ആൽബർട്ട് ഐൻസ്റ്റീനെ നോക്കി. പലർക്കും പലതും പറഞ്ഞുണ്ടാക്കാൻ സാധിക്കുമല്ലോ, അതിൽ അത്ഭുതമൊന്നുമില്ല. ഞാൻ കേട്ടത് നിങ്ങൾക്ക് രണ്ടാമത് ഒരിക്കൽ കൂടി ഒരു നൊബേൽ പുരസ്കാരം കിട്ടാൻ പോകുന്നു എന്ന ഗോസിപ്പാണ്. അത് കേട്ടപ്പോൾ മേരി ക്യൂറിക്ക് ശരിക്കും ചിരിയാണ് വന്നത്. ആ സംഭാഷണം ഒരു വലിയ സൗഹൃദത്തിൻ്റെ തുടക്കമാണ്. ബ്രൂസൽസിലെ ആ മീറ്റിങ്ങിൽ അവർ രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു. സംഭാഷണത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഭാര്യയായ മെലേവയെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ വരുമായിരുന്നു. മെലേവ വളരെ ബുദ്ധിമതിയാണ്. അവൾ ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും അവൾക്ക് ഫിസിക്സിലൊരു ഡിഗ്രി ഉണ്ട്. കാര്യമായിട്ടുള്ള അറിവ് അവൾക്ക് ഈ മേഖലയിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മെലേവയെ എനിക്ക് ഒരിക്കൽ കാണണം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം എവിടെയെങ്കിലും ഒന്ന് കൂടാം. അങ്ങനെയാണ് ആ സംഭാഷണം അവസാനിക്കുന്നത്. അതിനുശേഷം ബ്രൂസൽസിൽ നിന്നും അദ്ദേഹം മടങ്ങി സൂറിച്ചിലേക്ക് എത്തിച്ചേർന്നു. അവിടെ വീണ്ടും ഒരു വഴക്കിൻ്റെ ആരംഭമായിരുന്നു. കാരണം ബ്രൂസൽസിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സ്ത്രീയുടെ കത്ത് ആൽബർട്ട് ഐൻസ്റ്റീന് ലഭിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കയ്യിലല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് കിട്ടുന്നത്. സംശയത്തോടു കൂടി തന്നെ മെലേവ ആ കത്ത് തുറന്നു വായിച്ചു. അതിൽ വളരെ ശൃംഗാരത്തോടു കൂടിയാണ് എഴുതിയിരിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വലിയ ആരാധികയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കത്താണ്. അന്ന് വൈകുന്നേരം യൂണിവേഴ്സിറ്റിയിൽ നിന്നും മടങ്ങി വന്ന ആൽബർട്ട് ഐൻസ്റ്റീനോട് അവൾ തർക്കിക്കുന്നു. ഈ കത്ത് കാണിച്ച് അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത്, ഞാൻ അവിടെ വെച്ച് കണ്ട ഒരു പെൺകുട്ടിയാണ്, ഞാൻ അഡ്രസ്സ് കൊടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ നീ വിചാരിക്കുന്നത് പോലുള്ള ഒരു ബന്ധം ഞങ്ങൾക്ക് തമ്മിലില്ല. അല്ല, എനിക്കറിയാം, അവിടെയുള്ള സ്ത്രീകളുമായിട്ട് നിങ്ങൾ അടുത്തിടപഴകിയിട്ടുണ്ട്, അവരുമായിട്ട് നിങ്ങൾക്ക് വലിയ അടുപ്പമുണ്ട്. ഐൻസ്റ്റീൻ ദേഷ്യത്തോടു കൂടി തന്നെ പറഞ്ഞു, അതെ, അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുമായിട്ട് എനിക്ക് വളരെയധികം അടുത്ത് ഇടപെടേണ്ടി വന്നു. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. നീ ആരാധിക്കുന്ന നിൻ്റെ ആരാധനാ പാത്രമായിട്ടുള്ള മേരി ക്യൂറി, നിന്നെക്കുറിച്ച് ഞാൻ അവരോട് സംസാരിച്ചു. അവർക്ക് നിന്നെ കാണണമെന്ന് വലിയ താല്പര്യമാണ്. പക്ഷേ നീ ഇങ്ങനെയുള്ള ഒരു സംശയരോഗിയാണെന്ന് അവരറിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്നെ കാണാൻ അവർ കൂട്ടാക്കുന്നതല്ല. മേരി ക്യൂറിയെക്കുറിച്ച് കേട്ടപ്പോൾ പെട്ടെന്ന് മെലേവയ്ക്ക് ഒരു സന്തോഷമാണ് ആദ്യം തോന്നിയത്. പക്ഷേ പെട്ടെന്ന് ആ സന്തോഷം ഒന്ന് മാറി പഴയ ആ ദേശീയ ഭാവത്തിലേക്ക് തന്നെ അവൾ മടങ്ങിയെത്തി. അടുത്ത ദിവസം മെക്കേലയും ആൽബർട്ട് ഐൻസ്റ്റീനും ഒരു പാലത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാലത്തിന് താഴെയുള്ള നദിയിലൂടെ ഒരു ബോട്ട് ഒഴുകി വരുന്നതായിട്ട്, അതുവഴി സഞ്ചരിച്ച് പോകുന്നതായിട്ട് ഐൻസ്റ്റീൻ കാണുന്നു. അദ്ദേഹം മെക്കേലയെ പെട്ടെന്ന് അവിടേക്ക് ക്ഷണിക്കുകയാണ്. നീ അങ്ങോട്ട് നോക്കി ആ ബോട്ടിലേക്ക് ഒന്ന് നോക്കുക. അത് നമ്മുടെ സൂര്യനാണെന്ന് നീ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. താഴെയുള്ള ജലം അത് സ്പേസ് ആണെന്ന് കരുതുക. അവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ബോട്ട് പോകുന്ന ഭാഗത്തായിട്ട് വെള്ളം ഒന്ന് വളയുന്നതായിട്ട്, വെള്ളത്തിൻ്റെ പ്രതലം ഒന്ന് വളയുന്നതായിട്ട് കാണാം. അതിൻ്റെ കാരണം ആ ബോട്ടിൻ്റെ ഭാരമാണ്. ഇതുപോലെ സൂര്യൻ കാരണവും നമ്മുടെ സ്പേസ് വളയുന്നുണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ആ വളഞ്ഞ സ്പേസിലൂടെ സഞ്ചരിക്കുന്ന പ്രകാശം വളയത്തില്ലേ? മെക്കേലയ്ക്ക് അതൊരു അതിശയമായിട്ടാണ് തോന്നുന്നത്. നീ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? പ്രകാശം എങ്ങനെ വളയാനാണ്? ആ സ്പേസ് വളയുന്നത് തന്നെ ആ ഗ്രാവിറ്റി കാരണമല്ലേ ആ വസ്തുവിൻ്റെ? ആ ഗ്രാവിറ്റി മാസുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? മാസില്ലാത്ത പ്രകാശത്തിനെ എങ്ങനെയാണ് ഗ്രാവിറ്റിക്ക് വളയ്ക്കാൻ സാധിക്കുന്നത്? നീ ചുരുട്ടിക്കൂട്ടിയ ഒരു പേപ്പർ ഒന്ന് സങ്കല്പിക്കുക. അദ്ദേഹത്തിൻ്റെ മെക്കേലയുടെ സംശയത്തിന് മറുപടി പറയാനായിട്ട് ഒരു അനാലജിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഉപയോഗിക്കുന്നത്. ആ ചുരുട്ടിക്കൂട്ടിയ പേപ്പറിൻ്റെ മുകളിലൂടെ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നീ ഒരു ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം ആ ചുരുട്ടിക്കൂട്ടിയിട്ടുള്ള ആ പേപ്പർ മാറ്റി നിവർത്തി നോക്കുമ്പോൾ നിനക്ക് കാണാൻ സാധിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വരയല്ല, വളഞ്ഞു പോകുന്ന
ഒരു വരയാണ്. ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ആ ബെഡ്ഷീറ്റ് ചുളുക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെയും വര വരച്ച് നോക്കുക. അവിടെയും നിനക്ക് നിവർത്തി കഴിയുമ്പോൾ വളഞ്ഞു പോകുന്ന ഒരു വരയാണ് കാണാൻ കഴിയുന്നത്. സ്പേസ് വളഞ്ഞിട്ടാണെങ്കിൽ ആ സ്പേസിലൂടെ കടന്നു പോകുന്ന പ്രകാശവും വളഞ്ഞു പോകുന്നതാണ്. ഇത് നമുക്ക് ചിന്തിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇതെങ്ങനെയാണ് നിനക്ക് തെളിയിക്കാൻ സാധിക്കുന്നത്? തെളിയിക്കണമെങ്കിൽ അത്രയധികം വലിയ മാസ് വേണ്ടേ? മെക്കേല അതിലെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീൻ കുറച്ചു നേരം അതൊന്ന് ചിന്തിച്ചു നോക്കി. പറഞ്ഞത് ശരിയാണ്, വലിയ രീതിയിലുള്ള ഒരു മാസ് വേണം. പക്ഷേ ഈ സൂര്യനെ തന്നെ നമുക്ക് ആ ഒരു വലിയ മാസ്സായിട്ട് ഉപയോഗിച്ചുകൂടെ? സൂര്യൻ്റെ അരികിലൂടെ മറ്റ് നക്ഷത്രങ്ങളുടെ പ്രകാശം കടന്നു വരികയാണെങ്കിൽ ആ പ്രകാശം വളഞ്ഞിട്ടായിരിക്കും നമ്മുടെ കണ്ണിലേക്ക് എത്തിച്ചേരുക. പക്ഷേ പകൽ സമയത്ത് നമുക്കൊരിക്കലും മറ്റ് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കുകയില്ല, കാരണം സൂര്യൻ്റെ ശക്തമായിട്ടുള്ള പ്രകാശമാണ്. പിന്നെ എങ്ങനെയാണ് സൂര്യൻ്റെ അരികിലൂടെ പോകുന്ന ഈ നക്ഷത്രത്തിൻ്റെ പ്രകാശം വളയുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്? ഒരു പ്രത്യേക സമയത്ത് മാത്രം, പകൽ സമയത്ത് ഇരുട്ട് വരും, നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. അത് സൂര്യഗ്രഹണം നടക്കുന്ന സമയത്താണ്. ആ സമയത്ത് നക്ഷത്രത്തിൻ്റെ പ്രകാശം സൂര്യൻ്റെ അരികിലെന്നല്ല, സൂര്യനെ നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ്റെ അരികിലായിട്ട് നമുക്ക് തോന്നുന്ന നക്ഷത്രം, അത് ശരിക്കും സൂര്യനിൽ നിന്ന് വളരെയധികം അകലെയാണ് നിൽക്കുന്നത്. എന്നാൽ അതിൻ്റെ പ്രകാശം സൂര്യൻ്റെ വളരെ അരികിലൂടെ കടന്നാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. സൂര്യൻ്റെ അരികിലൂടെ വരുമ്പോൾ അത് വളഞ്ഞിട്ടായിരിക്കും നമ്മുടെ കണ്ണിലെത്തുക. വളഞ്ഞിട്ട് വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്ഥാനമല്ല നമ്മൾ കാണുന്നത്. ഏത് ഡയറക്ഷനിലൂടെ വളഞ്ഞു വരുന്നുണ്ടോ ആ ഡയറക്ഷനിലായിരിക്കും ആ നക്ഷത്രം നിൽക്കുന്നതായിട്ട് തോന്നുക. പക്ഷേ ആസ്ട്രോണമിയുടെ സഹായത്താൽ വർഷങ്ങൾ കൊണ്ട് ഓരോ നക്ഷത്രങ്ങളുടെയും സ്ഥാനം ഇന്ന സമയങ്ങളിൽ ഇന്ന സ്ഥലത്തായിരിക്കുമെന്ന് ഗവേഷകർ മനസ്സിലാക്കി വച്ചിട്ടുണ്ട്. സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് സൂര്യൻ്റെ അരികിലായിട്ട് കാണുന്ന ആ നക്ഷത്രങ്ങളുടെ സ്ഥാനത്തിൽ എന്തൊക്കെ വ്യതിയാനം സംഭവിക്കുന്നുവെന്ന് ഇതുപയോഗിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ഒരു മികച്ച ആസ്ട്രോണമറെ നമുക്ക് വേണം. അതിൻ്റെ സൊല്യൂഷൻ മെക്കേല പറഞ്ഞു കൊടുക്കുന്നു. നിൻ്റെ അടുത്ത സുഹൃത്തല്ലേ ഇപ്പോൾ മാക്സ് പ്ലാങ്ക്? മാക്സ് പ്ലാങ്ക് വിചാരിച്ചാൽ ഇഷ്ടം പോലെ ആസ്ട്രോണമേഴ്സിനെ ലഭിക്കും. നമ്മുടെ ഈ ഒരു കാലഘട്ടം പോലെയല്ല. ഇത്തരത്തിലുള്ള ആസ്ട്രോണമേഴ്സ് ആ കാലഘട്ടത്തിൽ വളരെ റെയറാണ്. ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നത് തന്നെ വളരെ റെയറാണ്. മികച്ച ഒരു ആസ്ട്രോണമർ തന്നെ വേണം. ആ സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് അത് ചിത്രീകരിക്കാൻ അവർക്ക് സാധിക്കണം. എന്തായാലും പ്രഷ്യൻ അക്കാഡമിയിൽ പോയി മാക്സ് പ്ലാങ്കിനെ ആൽബർട്ട് ഐൻസ്റ്റീൻ നേരിട്ട് കണ്ടു. വർഷം 1912. ഈ തോട്ട് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് മാക്സ് പ്ലാങ്കിന് വിവരിച്ചു കൊടുത്തു. അത് വെരിഫൈ ചെയ്യാനായിട്ടുള്ള ശാസ്ത്രമാർഗത്തെക്കുറിച്ചും മാക്സ് പ്ലാങ്കിനോട് പറഞ്ഞു. താങ്കളുടെ തോട്ട് എക്സ്പെരിമെൻ്റ് എനിക്ക് നന്നേ ബോധിച്ചു. അതൊരു പ്രബന്ധമാക്കി തന്നെ താങ്കൾക്ക് പബ്ലിഷ് ചെയ്യാം. പക്ഷേ അത് വെരിഫൈ ചെയ്യണോ? അത് വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. ലോകം മുഴുവനും അറിയും ഐൻസ്റ്റീൻ്റെ കണ്ടെത്തൽ മണ്ടത്തരമായിരുന്നുവെന്ന്. അങ്ങനെ മണ്ടത്തരമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജീനിയസ് ആണെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും താങ്കൾ ഒരു മണ്ടനാണെന്ന് പറയും. ലോകം താങ്കളെ ആ രീതിയിൽ അറിഞ്ഞാൽ മതിയോ? ഐൻസ്റ്റീൻ തർപ്പിച്ചു പറഞ്ഞു, എനിക്ക് 100% ഉറപ്പാണ്, പ്രകാശം വളയും, വളഞ്ഞിട്ടുള്ള പ്രകാശത്തെ ആയിരിക്കും നമുക്ക് കിട്ടുക, ഇതൊരിക്കലും തെറ്റാൻ പോകുന്നില്ല. താങ്കൾ എങ്ങനെയെങ്കിലും ഒരു ആസ്ട്രോണമേഴ്സിനെ, മികച്ച ഒരു ആസ്ട്രോണമറെ കണ്ടെത്തി എനിക്ക് തരിക. മാക്സ് പ്ലാങ്കിന് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ സാധിച്ചില്ല. മാക്സ് പ്ലാങ്കിന് അദ്ദേഹത്തോടുള്ള സ്നേഹം തന്നെയാണ് അതിൻ്റെ കാരണം. ഇത് പരാജയപ്പെട്ടു പോകുമെന്നാണ് മാക്സ് പ്ലാങ്ക് അപ്പോഴും വിശ്വസിക്കുന്നത്. ഐൻസ്റ്റീൻ പറഞ്ഞു, ഞാൻ കുറച്ച് നാൾ ഇവിടെ ബെർലിനിൽ തന്നെ ഉണ്ടായിരിക്കും, എൻ്റെ അമ്മയോടൊപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മനസ്സ് മാറുകയാണെങ്കിൽ എന്നെ അറിയിക്കുക, ഞാൻ നേരിട്ട് വന്ന് കണ്ടോളാം. അല്ലെങ്കിൽ തന്നെ എനിക്ക് നേരിട്ട് കത്തെഴുതി എന്നെ അറിയിക്കാനും മടിക്കരുത്. തങ്ങളുടെ മനസ്സ് മാറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമുള്ള കുറച്ച് ദിവസം ബെർലിനിലുള്ള അദ്ദേഹത്തിൻ്റെ അമ്മയോടൊപ്പമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ കഴിഞ്ഞത്. അമ്മ ഇപ്പോൾ വലിയ സന്തുഷ്ടയാണ്. അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു. പിതാവിൻ്റെ കമ്പനി വലിയ രീതിയിൽ പോവുകയാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പിതാവിൻ്റെ കമ്പനി. കൂടാതെ ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രശസ്തനായിട്ടുള്ള ഒരു പ്രൊഫസർ റാങ്കിലേക്ക് മാറിയിട്ടുമുണ്ട്. അന്ന് ആ വീട്ടിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അമ്മ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, അമ്മയ്ക്ക് പുറമെ വേറെയും കുറേയധികം പേരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എൽസ എന്നു പേരുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കളിക്കൂട്ടുകാരി, അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ കസിനായിട്ടുള്ള വ്യക്തി കൂടി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം കണ്ടിട്ട് ഒരുപാട് നാളുകളായിരുന്നു. പക്ഷേ വീണ്ടും അവർക്ക് പഴയ ആ കുസൃതിത്തരങ്ങളൊക്കെ ഓർത്തെടുക്കാൻ സാധിച്ചു. ആ കുറച്ച് ദിവസങ്ങൾ എൽസയോടൊപ്പമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ചിലവഴിച്ചത്. എൽസ ഇപ്പോൾ ഡൈവേഴ്സ്ഡ് ആണ്, സഹോദരി തുല്യയാണ്, സഹോദരി എന്ന് തന്നെ പറയാം.
പക്ഷേ അവർ രണ്ടുപേരും ആ സമയത്ത് പ്രണയത്തിലേക്ക് വഴുതി വീഴുന്നു. രണ്ടുപേരും പ്രണയം തുറന്നു പറയുന്നില്ല, പക്ഷേ രണ്ടുപേർക്കും വ്യക്തമാണ്. ഐൻസ്റ്റീൻ അറിയാം എൽസ തന്നെ പ്രണയിക്കുന്നുവെന്ന്, എൽസയ്ക്കറിയാം ഐൻസ്റ്റീൻ അവരെ പ്രണയിക്കുന്നുവെന്ന്. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങൾ അവളുമായിട്ട് ഷെയർ ചെയ്തു. മെലേവ വളരെ പാവമാണ്, പക്ഷേ അവൾക്ക് ഭയങ്കര സംശയമാണ്. അവളുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ എനിക്ക് സാധിക്കുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആൽബർട്ട് ഐൻസ്റ്റീന് അവിടം വിട്ട് പോകേണ്ടി വന്നു. എൽസയെ പിരിയുന്നതിൽ വലിയ വിഷമം അയാൾക്കുണ്ടായിരുന്നു. അയാൾ വീട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു വിളി അയാൾ കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ എൽസയാണ്. കയ്യിൽ ഒരു പെട്ടി ബിസ്ക്കറ്റുമായിട്ട് അവൾ ഓടി വരികയാണ്. എൽസ ഓടി വന്ന് ഐസക് ന്യൂട്ടൻ്റെ കയ്യിൽ ആ പെട്ടി ഏൽപ്പിച്ചു. ഇത് നിങ്ങൾക്ക് ട്രെയിനിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയ ബിസ്ക്കറ്റുകളാണ്. നിങ്ങൾക്ക് വിശക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. രണ്ടുപേരും കാര്യമായിട്ട് ഒന്നും പറയാതെ പരസ്പരം കണ്ണോട് കണ്ണ് നോക്കി നിന്നു. ആ ഒരു സൈലൻസിന് വിരാമം ഇടുന്നത് എൽസയാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടുത്തെ പ്രഷ്യൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്തുകൂടാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ബെർലിനിൽ തന്നെ താമസിക്കാമല്ലോ. അതൊരിക്കലും സാധിക്കുകയില്ല. കാരണം എൻ്റെ ഭാര്യ, ഞങ്ങളുടെ മക്കളൊക്കെ ഉള്ളത് സൂറിച്ചിലാണ്. എനിക്ക് അവിടെ നിന്നും ഇവിടേക്ക് വരാൻ സാധിക്കില്ല. ബെർലിൻ എനിക്കെപ്പോഴും വിഷമകരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം മുമ്പ് ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ട്. കുഞ്ഞിലെ അച്ഛനും അമ്മയുമൊക്കെ സൂറിച്ചിലേക്ക് അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലേക്ക് പോയ സമയത്ത് ഞാനിവിടെ തനിച്ചായിരുന്നു. ആ സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. വീണ്ടും ഇവിടെ ഒറ്റയ്ക്ക് വരാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ, ഇവിടെ ഞാനില്ലേ നിങ്ങളുടെ ഒപ്പം. അതൊരു പ്രണയ അഭ്യർത്ഥന ആയിരുന്നില്ലേ? ആൽബർട്ട് ഐൻസ്റ്റീൻ അത് വ്യക്തമായി മനസ്സിലായി. പക്ഷേ അയാളത് നിരസിച്ചു. നിനക്ക് പെൺമക്കളുണ്ട്, എനിക്കുള്ളത് 2 ആൺകുട്ടികളാണ്, എനിക്കൊരു ഭാര്യയുമുണ്ട്. അവരുടെ ഒന്നും സമ്മതമില്ലാതെ എനിക്കിവിടേക്ക് വരാൻ കഴിയില്ല. എനിക്ക് എൻ്റെ കുട്ടികളുടെ അനുവാദം മേടിക്കണം, നിനക്ക് നിൻ്റെ പെൺമക്കളുടെ അനുവാദം മേടിക്കണം. പക്ഷേ അത് എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ബെർലിനിലല്ല നിൽക്കേണ്ടത്, ഞാൻ സൂറിച്ചിലാണ് നിൽക്കേണ്ടത്. ആ ബിസ്ക്കറ്റ് ബോക്സിലേക്ക് അദ്ദേഹം നോക്കി. അതിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന റോസാ പുഷ്പത്തിലേക്ക് നോക്കി. ഈ സമയത്ത് ഇവിടെ റോസാ പുഷ്പങ്ങൾ ഉണ്ടാവുകയില്ലല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് ഈ ഒരു റോസാ പുഷ്പം കിട്ടി? നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മളെ അന്വേഷിച്ച് നമ്മുടെ അരികിലേക്ക് എത്തിച്ചേരും. അങ്ങനെയാണ് ഈ റോസാ പുഷ്പം എൻ്റെ അടുത്തെത്തിയത് നിങ്ങൾക്ക് സമ്മാനിക്കാനായിട്ട്. അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന പലതും എന്നിലേക്ക് എത്തുമെന്ന് എനിക്കറിയാം. പ്രഷ്യൻ അക്കാഡമിയിലെ ഒരു പ്രൊഫസർ റാങ്കിലുള്ള വ്യക്തി എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തോട് വേണമെങ്കിൽ സംസാരിക്കാം, നിങ്ങളെക്കുറിച്ച് അവരുടെ ബോർഡിൽ ചർച്ച ചെയ്യാൻ, നിങ്ങളെ അവിടെ ഹയർ ചെയ്യാനായിട്ട്. ഞാൻ സ്നേഹപൂർവ്വം അത് നിരസിക്കുകയാണ്. നിങ്ങളങ്ങനെ ചെയ്യരുത്. എനിക്ക് സൂറിച്ചിൽ തന്നെ നിന്നാൽ മതി. ഞാൻ സൂറിച്ചിലേക്ക് പോവുകയാണ്. രണ്ടുപേരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ബെർലിനിൽ നിന്നും മടങ്ങി സൂറിച്ചിലെത്തിയ ആൽബർട്ട് ഐൻസ്റ്റീന് മേരി ക്യൂറിയുടെ ഒരു കത്ത് കിട്ടി. ആ കത്തിൽ ഒരു ക്ഷണമാണ്. അവർക്ക് ആൽപ്സ് മലനിരകളോട് ചേർന്ന് ഒരു അവധിക്കാല വസതിയുണ്ട്, അവിടേക്കുള്ള ക്ഷണമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം അവിടേക്ക് എത്തിച്ചേരാൻ അതിൽ സ്നേഹപൂർവ്വം അറിയിച്ചിരിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീന് അത് നല്ലൊരു അവസരമാണെന്ന് മനസ്സിലായി. തൻ്റെ ഭാര്യയായ മെലേവയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നത് ഉചിതമാണ്. അങ്ങനെ ആ കുടുംബം ആൽപ്സിൽ കുറച്ച് നാൾ ചിലവഴിക്കുന്നുണ്ട്, ഒരാഴ്ചക്കാലം. ആ ഒരാഴ്ചക്കാലം മേരി ക്യൂറിയും മെലേവയും തമ്മിൽ വളരെയധികം അടുത്തു. മെലേവ അതിബുദ്ധിമതിയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്നും ഒരു നല്ല ഗവേഷകയാണെന്ന് പോലും മേരി ക്യൂറി മനസ്സിലാക്കി. മേരി ക്യൂറി അത് മെലേവയോട് തുറന്നു പറയുന്നുമുണ്ട്. പക്ഷേ മെലേവയ്ക്ക് പറയാനുണ്ടായിരുന്നത് മേരി ക്യൂറി പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന മോട്ടിവേഷനാണ്, ഏതൊരു സ്ത്രീക്കും ലഭ്യമാകുന്ന മോട്ടിവേഷൻ. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഒരേ സമയത്ത് തന്നെ കുഞ്ഞുങ്ങളുടെ അമ്മയും ഒരു പുരുഷൻ്റെ ഭാര്യയും ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു ഗവേഷകയുമായി മാറാൻ കഴിയുന്നത്? ഞാനൊരു ഭാര്യയാണ്, ഞാൻ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ അമ്മയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഒരു ഗവേഷകയാകാൻ സാധിക്കുന്നില്ല, നിങ്ങളെപ്പോലെ ഒരു നൊബേൽ പുരസ്കാരം നേടാൻ സാധിക്കുന്നില്ല. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, എൻ്റെ പിതാവിൻ്റെയും ഒരു സ്വപ്നമായിരുന്നു ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു മാത്തമെറ്റീഷ്യനായിട്ട് മാറുക എന്നുള്ളത്. പക്ഷേ
നിങ്ങൾക്ക് ഒരു മികച്ച സയൻറ്റിസ്റ്റ് ആകാൻ സാധിച്ചു. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ആ രഹസ്യം എന്താണ്? അതിന് മറുപടിയായി മേരി ക്യൂറി പറയുന്നത്, നിൻ്റെ മക്കൾക്ക് നിന്നോട് വലിയ സ്നേഹമാണോ? അതെ, എൻ്റെ മക്കൾക്ക് എന്നെ വലിയ കാര്യമാണ്. അവർ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ്. മേരി ക്യൂറി പറഞ്ഞു, എങ്കിൽ എൻ്റെ മക്കൾക്ക് അങ്ങനെയല്ല, അവരെന്നെ വെറുക്കുന്നു. അതവരുടെ കുറ്റമല്ല, എൻ്റെ കുറ്റമാണ്. എനിക്ക് ഒരിക്കലും അവരോടൊപ്പം ഉണ്ടായിരിക്കാൻ സാധിച്ചിട്ടില്ല. അവരെ സ്നേഹിക്കാനോ അവരെ പരിപാലിക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല. മറ്റ് പല രീതിയിലുമാണ്, പലരുടെയും ഒപ്പമാണ് അവർ വളർന്നത്. അതുകൊണ്ട് തന്നെ അവരെന്നെ സ്നേഹിക്കുന്നില്ല. ലോകം മുഴുവനും എന്നെ ഒരു വലിയ ഗവേഷകയായിട്ട് കാണുന്നു. പക്ഷേ സ്വന്തം മക്കളുടെ സ്നേഹം എനിക്ക് കിട്ടുന്നില്ല. നീ വലിയ ഭാഗ്യവതിയാണ്. മെലേവയ്ക്ക് അതിൽ ഒരു തിരുത്തൽ വരുത്താനുണ്ടായിരുന്നു. എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു സ്നേഹബന്ധവും ഉണ്ടായിട്ടില്ല. പിന്നീട് സ്വകാര്യമായിട്ട് മേരി ക്യൂറി ആൽബർട്ട് ഐൻസ്റ്റീനോടാണ് സംസാരിക്കുന്നത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന ആൽസ് പർവ്വതനിരകൾക്കിടയിലൂടെ അവർ രണ്ടുപേരും നടന്നു നീങ്ങി. അതിനിടയിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന് എൽസയോട് തോന്നിയ പ്രണയത്തെക്കുറിച്ച് പറയുന്നു. മെലേവയുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ സാധിക്കാത്ത ദുരവസ്ഥയെക്കുറിച്ചും വിവരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡൈവോഴ്സ് ചെയ്യണം. അത് മെലേവയ്ക്കും നിങ്ങൾക്കും ഒരു ആശ്വാസമായി മാറും. ഒത്തുചേർന്ന് പോകാൻ സാധിക്കുകയില്ലെങ്കിൽ നിങ്ങൾ പിരിയണം. നിങ്ങൾ ആരോടൊപ്പം കഴിയാനാണോ ആഗ്രഹിക്കുന്നത് അവരുടെ ഒപ്പം കഴിയണം. ഞാൻ അങ്ങനെയാണ്. ഞാൻ മേരി ക്യൂറിയെ സ്നേഹിച്ചിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം വളരെ സ്നേഹത്തോടു കൂടിയാണ് കഴിഞ്ഞു പോന്നിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നീട് ഇപ്പോൾ എൻ്റെ ഒപ്പം ഒരു ചെറുപ്പക്കാരനുണ്ട്. ലോകം ഞങ്ങളെക്കുറിച്ച് പല ഗോസിപ്പുകളും പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് ബോധവാനല്ല. ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങളെക്കുറിച്ച് മാത്രമാണ്, ഞങ്ങളുടെ സന്തോഷത്തെക്കുറിച്ച് മാത്രമാണ്. നമ്മളെല്ലാം ഗവേഷകരല്ലേ? മുമ്പുണ്ടായിരുന്ന കസ്റ്റം അതേപടി ഫോളോ ചെയ്യുന്ന ആളുകളാണോ ഗവേഷകർ? മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളെ തിരുത്തി അതിനെ മികച്ച രീതിയിലാക്കി മാറ്റുകയല്ലേ ഗവേഷകർ ചെയ്യേണ്ടത്? ഇവിടെയുള്ള കസ്റ്റംസും നമുക്ക് തിരുത്തി എഴുതാം. നമുക്കെന്താണോ ചെയ്യാൻ തോന്നുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണോ നല്ലത് അത് നമ്മൾ സ്വീകരിക്കണം. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ കുറ്റം പറയുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. ഇതേ സമയത്ത് തന്നെ എൽസ അങ്ങ് ബെർലിനിൽ ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ടായിരുന്നു. അവരുടെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് പ്രഷ്യൻ അക്കാഡമിയിലെ ഒരു ഗവേഷകനും ഒരു പ്രൊഫസറുമായിരുന്നു. അവരോട് ആൽബർട്ട് ഐൻസ്റ്റീനെക്കുറിച്ച് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആൽബർട്ട് ഐൻസ്റ്റീനെ നിങ്ങൾ ഹയർ ചെയ്യുക, അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ആ ഗവേഷകൻ അവരുടെ ബോർഡ് മീറ്റിങ്ങിൽ ആൽബർട്ട് ഐൻസ്റ്റീനെക്കുറിച്ച് പറയുന്നു. ആ ബോർഡ് മീറ്റിങ്ങിൽ തന്നെ മാക്സ് പ്ലാങ്ക് ഒരു അംഗമാണ്. മാക്സ് പ്ലാങ്കിനും അത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇതിനെ എതിർക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഫിലിപ്പ് ലെനാർഡ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഫിലിപ്പ് ലെനാർഡിനെ കുറിച്ച്. ആ പേരൊന്ന് ഓർത്തു വയ്ക്കാനും ഞാൻ പറഞ്ഞിരുന്നു. ഫിലിപ്പ് ലെനാർഡ് ഇനിയും കുറേ തവണ വരുന്നതാണ് ഒരു വില്ലൻ്റെ റോളിൽ. ഫിലിപ്പ് ലെനാർഡ് അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. ആരാണ് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ? എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ ഒരു വലിയ മഹാനാക്കി മാറ്റുന്നത്? അദ്ദേഹത്തിൻ്റെ തോട്ട് എക്സ്പെരിമെൻറ്റുകളൊക്കെ ബുൾഷിറ്റാണ്. അത് ഒരു കാരണവശാലും കൊള്ളില്ല. അതിൻ്റെയൊക്കെ സ്ഥാനം ചവറ്റ് കൊട്ടയിലാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് അതൊക്കെ ശാസ്ത്രമാണെന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അതിനെ അനുകൂലിക്കുന്നത് മണ്ടന്മാരാണ്. ഒരിക്കലും ഈ പേർഷ്യൻ അക്കാഡമിയിലേക്ക് അങ്ങനൊരു വ്യക്തിയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്നാൽ മാക്സ് പ്ലാങ്ക് ഉൾപ്പെടെയുള്ള മറ്റ് ഗവേഷകർ ഫിലിപ്പ് ലെനാർഡിനോട് എതിർക്കുകയാണ് ചെയ്യുന്നത്. ജർമ്മനിയുടെ ആവശ്യമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇവിടെ ഉണ്ടായിരിക്കണമെന്നുള്ളത്. അദ്ദേഹം ശരിക്കും ഒരു ജർമ്മൻകാരൻ തന്നെയല്ലേ? ഇവിടെയാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല വിദ്യാഭ്യാസമൊക്കെ ഇവിടെയായിരുന്നു നടപ്പിലാക്കിയത്. അദ്ദേഹം ഇവിടേക്ക് മടങ്ങി വരണം, അത് ഞങ്ങളുടെ ആവശ്യമാണ്. ഫിലിപ്പ് ലെനാർഡും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ചില ഗവേഷകരും അതിനെ എതിർത്തു. അങ്ങനെ വലിയ വാക്കുതർക്കങ്ങൾക്കൊടുവിലാണ് മാക്സ് പ്ലാങ്ക് അദ്ദേഹത്തിൻ്റെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ സ്വന്തമാക്കുന്നത്. ആ ലെറ്ററുമായിട്ട് അദ്ദേഹം ഐൻസ്റ്റീൻ്റെ വീട്ടിലേക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് വരുന്നു. ആ സമയത്ത് ഐസക് ന്യൂട്ടൻ തൻ്റെ മകനെ മടിയിലിരുത്തിക്കൊണ്ട് ഒരു പാട്ട് കേൾക്കുകയായിരുന്നു. ഒരു ഗ്രാമഫോണിൽ ഒരു ഡിസ്ക് വെച്ചിട്ട് ആ ഡിസ്കിലാണ് പാട്ട് കേൾക്കുന്നത്. പാട്ട് കേൾക്കുന്ന രീതിയിൽ ആ ഡിസ്ക് കറങ്ങുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ചിലന്തി വന്നിരിപ്പുണ്ട്. പാട്ടിൽ ലയിച്ചിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ നോട്ടം ആ ചിലന്തിയിൽ പതിഞ്ഞു. കുറേ നേരം അദ്ദേഹം ആ ചിലന്തിയിൽ തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് അവിടേക്ക്
സാക്ഷാൽ മാക്സ് പ്ലാങ്ക് കടന്നു വരുന്നത്. മാക്സ് പ്ലാങ്കിനെ സ്വീകരിച്ച് അദ്ദേഹം ആ മുറിയിലേക്ക് ആനയിച്ചിരുത്തി. നിങ്ങളൊരു ആസ്ട്രോണമറിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഒരു ആസ്ട്രോണമറെ കിട്ടിയിട്ടുണ്ട്, ഒരു മികച്ച ആസ്ട്രോണമറാണ്. നിങ്ങളുടെ ആ ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിനെക്കുറിച്ച് എന്തായാലും എനിക്ക് കേൾക്കണം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ ഗ്രാമഫോണിലേക്ക് ഒന്ന് നോക്കുക. ആ ഗ്രാമഫോണിൻ്റെ മുകളിലിരിക്കുന്ന ആ സ്പൈഡറിനെ ഒന്ന് നോക്കിക്കേ. ആ സ്പൈഡർ ഗ്രാമഫോണിൽ നോക്കുമ്പോൾ ആ ഗ്രാമഫോണിലെ ആ ഡിസ്ക് നമ്മൾ കാണുന്നത് പോലെ അല്ല കാണുന്നത്. മാക്സ് പ്ലാങ്ക് ചോദിച്ചു, എന്താണ് കാര്യം? എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു സർക്കിൾ, ആ ഡിസ്കിൻ്റെ സർക്കിൾ, അതിൻ്റെ ചുറ്റളവ് അത് 2πr ആണ്. അതിനെ ആ ഡിസ്കിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2πr ഡിവൈഡഡ് ബൈ 2r എന്തായിരിക്കും നമുക്ക് കിട്ടുക? നിസ്സംശയം മാക്സ് പ്ലാങ്ക് പറഞ്ഞു നമുക്ക് കിട്ടുന്നത് പൈ ആണ്. പക്ഷേ ആ സ്പൈഡറിന് പൈ അല്ല കിട്ടുന്നത്, അത് വ്യത്യസ്തമാണ്. അതെങ്ങനെയാണ് ഐൻസ്റ്റീൻ ശരിയാകുന്നത്? അത് യൂണിവേഴ്സൽ ഫാക്റ്റ് അല്ലേ? അതങ്ങനെ ഡിവൈഡ് ചെയ്താൽ പൈ തന്നെയല്ലേ കിട്ടുക? അതിനൊരു കാരണമുണ്ട്. ആ ഇരിക്കുന്ന സ്പൈഡർ ആ സർക്കിളിനൊപ്പം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സർക്കിളിനൊപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സ്പൈഡറിനെ സംബന്ധിച്ചിടത്തോളം സർക്കിളിൻ്റെ ചുറ്റളവ് 2πr അല്ല, അത് മാറുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഈ വാക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തിന് ഈ കാലഘട്ടത്തിൽ, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഈ കാലഘട്ടത്തിലുള്ള ഗവേഷകർ പോലും പലപ്പോഴായിട്ട് അദ്ദേഹത്തിൻ്റെ പല ചോദ്യങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. മാക്സ് പ്ലാങ്ക് പറയുന്നത്, എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ എന്തോ ഒരു പുതിയ പരീക്ഷണത്തിലാണെന്നുള്ള ഒരു ധാരണയുണ്ട്. എന്നാൽ ഇതിനേക്കാൾ ത്രസിപ്പിക്കുന്ന മറ്റൊരു കാര്യവുമായിട്ടാണ് നിങ്ങളുടെ അരികിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ ഉള്ളിൽ കൈയിട്ട് വെളിയിലേക്ക് ഒരു എൻവലപ്പ് എടുത്തു. ആ എൻവലപ്പ് തുറന്നു വായിക്കാനായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീന് കൊടുത്തു. ആൽബർട്ട് ഐൻസ്റ്റീൻ തുറന്നു വായിച്ചു. അതിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡറാണ്. സാക്ഷാൽ പ്രഷ്യൻ അക്കാഡമിയിലേക്കുള്ള ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ, പ്രൊഫസർ റാങ്കിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് ഓർഡർ. വലിയ രീതിയിലുള്ള ഒരു സാലറിയാണ് അതിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഐൻസ്റ്റീൻ അത് നിരസിച്ചു. എനിക്കിത് സ്വീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? സൂറിച്ച് യൂണിവേഴ്സിറ്റിയെക്കാളും എന്തുകൊണ്ടും പ്രഷ്യൻ അക്കാഡമി വളരെ മികച്ചതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഗവേഷണ അവസരങ്ങൾ കിട്ടും. നിങ്ങളുടെ തന്നെ നാടുമാണ്. മാക്സ് പ്ലാങ്കിനോട് ആൽബർട്ട് ഐൻസ്റ്റീന് അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, നിങ്ങൾ മടങ്ങിപ്പോവുക, എനിക്ക് ഇതിനൊരു മറുപടി ശരിക്കും താങ്കളോട് പറയാൻ സാധിക്കില്ല. എന്തെങ്കിലും സാധിക്കുകയാണെങ്കിൽ അത് കത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. മാക്സ് പ്ലാങ്ക് ശരിക്കും ദേഷ്യത്തിലാണ് അതിന് മറുപടി പറയുന്നത്. ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ നേടിയെടുത്തതെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കൊരു റെസ്പോൺസ് ഇപ്പോൾ തന്നെ കിട്ടണം. ആ റെസ്പോൺസ് ഇല്ലാതെ എനിക്ക് തിരിച്ച് ബെർലിനിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൗണ്ട് കഫർബർഗിലേക്ക് പോവുക. ഇവിടെ തൊട്ടരികിലുള്ള ഒരു വലിയ മലയാണ്. ആ മലയുടെ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൂറിച്ച് പട്ടണം ഒറ്റ കാഴ്ചയിൽ ആസ്വദിക്കാൻ സാധിക്കും. മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ആ മലയിറങ്ങി താഴെ വരാം. മലയിറങ്ങി താഴെ വരുമ്പോൾ അവിടെ ഞാനുണ്ടായിരിക്കും താങ്കൾക്കുള്ള മറുപടിയുമായിട്ട്. മാക്സ് പ്ലാങ്കിന് എന്തുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ വിചിത്രമായിട്ടുള്ളൊരു മറുപടി തന്നതെന്ന് മനസ്സിലായില്ല. പക്ഷേ 2 മണിക്കൂർ നേരത്തെ ആ ഉല്ലാസയാത്ര അത് ആസ്വദിക്കാൻ തന്നെ മാക്സ് പ്ലാങ്ക് തീരുമാനിച്ചു. അദ്ദേഹം ആ മലയുടെ മുകളിലേക്ക് പോയി. മലയിറങ്ങി അദ്ദേഹം താഴേക്ക് വരുമ്പോൾ താഴെ ഒരു തടാകത്തിൻ്റെ അരികിലായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം പിന്തിരിഞ്ഞാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അരികിൽ മാക്സ് പ്ലാങ്ക് എത്തിച്ചേർന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ, നിങ്ങൾ തീരുമാനിച്ചോ? ഐൻസ്റ്റീൻ ചിരിച്ചുകൊണ്ട് മാക്സ് പ്ലാങ്കിൻ്റെ നേർക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗ്ലൗസ് അണിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്ലൗസ് പതിയെ നീക്കം ചെയ്തുകൊണ്ട് ഒരു ഹസ്തദാനത്തിനു വേണ്ടി കൈ നീട്ടി. മാക്സ് പ്ലാങ്കും അദ്ദേഹത്തിൻ്റെ ഗ്ലൗ ഊരി അദ്ദേഹത്തിൻ്റെ കൈ മുറുക്കെ ഷേക്ക് ഹാൻഡ് ചെയ്തു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മുഖം വല്ലാത്ത രീതിയിൽ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് അയാൾ നന്നായി ചിരിക്കുന്നുണ്ട്. അയാളുടെ തലയിൽ ഒരു തലപ്പാവുണ്ട്. ആ തലപ്പാവിൻ്റെ ഒരു വശത്തായിട്ട് ഒരു റോസാ പുഷ്പം കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. മുൻപ് എൽസ കൊടുത്തിട്ടുള്ളതുപോലുള്ള ഒരു റോസാ പുഷ്പം. ഇനി എന്താണ് ബെർലിനിൽ സംഭവിക്കാൻ പോകുന്നത്? പ്രഷ്യൻ അക്കാഡമിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്?
ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റമാണ് ഇത് സൃഷ്ടിക്കാൻ പോകുന്നത്? ഫിലിപ്പ് ലെനാർഡ് എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് ഇനി ഐൻസ്റ്റീനെ കടത്തിവിടുന്നത്? നിർണായകമായിട്ടുള്ള അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കാം.